നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. എക്സിറ്റ് പോൾ ഫലങ്ങൾ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. 5 സംസ്ഥാനങ്ങളിലെ ഫലപ്രവചനങ്ങൾ പുറത്തുവരും. വോട്ടർമാരുടെ മനസ്സിലിരിപ്പ് അറിയിക്കാൻ ന്യൂസ് 18-നും. പോൾ വൈബ് സർവേ ഫലങ്ങൾ വൈകിട്ട് 6:30 മുതൽ. ബംഗാൾ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലും മികച്ച പോളിംഗ്. ഉച്ചവരെ രേഖപ്പെടുത്തിയത് 50%-ലേറെ വോട്ടുകൾ. 142 മണ്ഡലങ്ങളിൽ പലയിടത്തും സംഘർഷം. നടപടികളിൽ കേന്ദ്രസേനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി മമതാ ബാനർജി. സേന പ്രവർത്തിക്കുന്നത് BJPക്ക് വേണ്ടിയെന്ന് ആരോപണം. ഗ്യാസ് പ്രതിസന്ധിയിലെ വിലക്കയറ്റത്തിനിടെ ഇരുട്ടടിയായി പാൽ വിലയും. ലിറ്ററിന് 4 രൂപ കൂട്ടാൻ ശുപാർശ. സർക്കാർ അനുമതിയായെന്ന് ചെയർമാൻ KS മണി. വില വർധനവ് ഉടൻ. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഇല്ലെന്ന് വൈദ്യുതി മന്ത്രി. ഇപ്പോഴത്തെ നിയന്ത്രണം മാത്രം. ഉപയോഗം കൂടാൻ കാരണം ഇലക്ട്രിക് വാഹനങ്ങൾ. പ്രതിസന്ധി എന്തുകൊണ്ടെന്ന് പറയേണ്ടത് റെഗുലേറ്ററി കമ്മീഷൻ. കുഴപ്പം മാധ്യമങ്ങൾക്കെന്നും വൈദ്യുതി മന്ത്രി. കൊടും ചൂടിൽ ആശ്വാസമായി വേനൽ മഴ. അടുത്ത 4 ദിവസം മഴയ്ക്കു സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കാസർഗോഡ് 8 വയസ്സുകാരനടക്കം 2 പേർക്ക് സൂര്യാഘാതം. ഒഴിയാതെ പാമ്പ് ഭീതി. പീഡനക്കേസിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ തെളിവുണ്ടെന്ന് SIT. കേസിൽ കുറ്റപത്രമുടൻ. അതിജീവിതയെ രഞ്ജിത്ത് ഭീഷണിപ്പെടുത്തിയതിന് തെളിവില്ല. ഒളിവിൽ പോകാൻ സഹായിച്ചതിന് നടൻ ബോബി കുര്യനെതിരെയും തെളിവില്ലെന്ന് അന്വേഷണ സംഘം. നെടുങ്കണ്ടം ഇരട്ടക്കൊലക്കേസിൽ പ്രതി സജി റിമാൻഡിൽ. കൊല ചെയ്തത് അതിക്രൂരമായെന്ന് കുറ്റസമ്മതം. കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ്. പിതാവിന്റെ തിരോധാനവും അന്വേഷിക്കും. വിവാദങ്ങൾക്കൊടുവിൽ വിജയ് ചിത്രം ജനനായകൻ റിലീസ് മെയ് 14-ന്. സൂര്യനായകനാകുന്ന കറുപ്പ് എന്ന ചിത്രത്തിനൊപ്പം ക്ലാഷ് റിലീസ്. ഒഫീഷ്യൽ പോസ്റ്റർ പുറത്തിറക്കി ജനനായകൻ ടീം. യുദ്ധം അവസാനിപ്പിക്കാൻ കൊണ്ടുപിടിച്ച് ശ്രമമായി അമേരിക്ക. ഇറാനുമേൽ സമ്മർദ്ദതന്ത്രം. ഇറാനിലെ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും മേൽ US ഉപരോധം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. മിൽമ പാലിന് വില കൂടും. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അവസാനിച്ച ശേഷമാകും വില വർധനവ് പ്രാബല്യത്തിൽ വരിക. എത്ര രൂപ വർദ്ധിപ്പിക്കണമെന്ന കാര്യത്തിൽ ബോർഡ് യോഗത്തിന് ശേഷം തീരുമാനമുണ്ടാകുമെന്നും മിൽമ ചെയർമാൻ KS മണി വ്യക്തമാക്കി. ഇന്നത്തെ ഭരണസമിതി യോഗത്തിലും സർക്കാരിന്റെ ഡയറക്ടർ ഉണ്ടായിരുന്നു. പെരുമാറ്റച്ചട്ടം കഴിഞ്ഞിട്ട് നമ്മൾ ഉചിതമായ തീരുമാനം എടുക്കാമെന്നാണ് അവരുടെയും അഭിപ്രായം വന്നിട്ടുള്ളത്. ഇതിനകത്ത് നിയമപരമായിട്ടുള്ള സാങ്കേതികത്വമല്ല ഉള്ളത്. മിൽമയുടെ പാൽവില വർധനവ് എന്നുള്ളത് മിൽമ ഒരു വ്യവസായ സ്ഥാപനം എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് അനിവാര്യമാണെങ്കിൽ നമ്മൾ നടപടിയെടുത്ത് മുന്നോട്ട് പോകും. പക്ഷേ കഴിഞ്ഞകാല കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് പാൽവില വർദ്ധിപ്പിക്കുമ്പോൾ നമ്മളുടെ കർഷകരുടെ എണ്ണം വളരെ ചുരുങ്ങിയതും നമ്മളെ വാങ്ങിച്ചുപയോഗിക്കുന്ന കൺസ്യൂമേഴ്സ് വളരെ കൂടുതലായതുകൊണ്ട് സർക്കാരുമായിട്ടൊരു ആശയവിനിമയം നടത്തി ഒരു താരതമ്യത്തിൽ മുന്നോട്ട് ബാലൻസ് ചെയ്ത് പോകുന്ന ഒരു കീഴ്വഴക്കമാണ് ഉള്ളത്. ഇപ്രാവശ്യം അതുപോലെ സംസാരിച്ചു. ഇപ്പോൾ തത്വത്തിൽ സർക്കാർ പാൽവില വർധനവിന് അംഗീകാരം നമുക്ക് മുന്നോട്ട് പോകുന്നതിന് അവർ സമ്മതം നൽകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പെരുമാറ്റച്ചട്ടം ഉള്ളതുകൊണ്ട് അത് കഴിഞ്ഞ് നമ്മൾ പാൽവില വർധനവിൻ്റെ തീരുമാനം അടുത്ത ബോർഡിൽ തന്നെ അത് എടുക്കും എന്നുള്ള നിലപാട് എടുത്തുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അല്ല, ധാരണയുണ്ട്. അടുത്ത ബോർഡ് യോഗത്തിൽ തീരുമാനിച്ച് പ്രൈസ് വില ചാർട്ടൊക്കെ നിശ്ചയിച്ചിട്ട് നമ്മൾ പരസ്യമായിട്ട് മാധ്യമങ്ങളോട് പറയാം. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാന് 4 രൂപ മുതൽ 6 രൂപ വരെ അങ്ങനെ പ്രതീക്ഷിക്കണം അല്ലേ? തീർച്ചയായിട്ടും 4 രൂപയുടെ വർധനവായിരിക്കും പാൽവിലയിൽ ഉണ്ടാകുക എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. നിൽക്കുന്നതിനാൽ ഇപ്പോൾ ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ട് തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പിന്റെ ഫലം കൂടി പുറത്തു വന്നതിന് ശേഷമായിരിക്കും പെരുമാറ്റച്ചട്ടം അത് മറികടക്കാൻ കഴിയുക, അല്ലെങ്കിൽ അതിന്റെ സമയപരിധി അവസാനിക്കുക. അതിനുശേഷം മാത്രമേ ഈ വില വർധനവ് നടപ്പിലാക്കാൻ കഴിയൂ. എന്തായാലും അടുത്ത ബോർഡ് യോഗത്തിലായിരിക്കും ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കുകയെന്നാണ് മിൽമ ബോർഡ് ചെയർമാൻ KS മണി അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. അടുത്ത ബോർഡ് യോഗം തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതിന് ശേഷം മാത്രമായിരിക്കും ചേരുക. ആ ബോർഡ് യോഗത്തിൽ ഒരുപക്ഷെ മെയ് 15-ാം തീയതിയോടെ ഈ ബോർഡ് യോഗം ചേർന്നുകൊണ്ട്
ഈ വില വർധനവ് പ്രാബല്യത്തിൽ വരുത്താനാണ് സാധ്യതയെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ശരി. സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം വേനൽ മഴയ്ക്കു സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയുണ്ടാകും. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വേനൽ ചൂടിന് ആശ്വാസം പകർന്നുകൊണ്ട് 4 ദിവസത്തേക്ക് കേരളത്തിന്റെ പല മേഖലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. അതിൽ തന്നെ വടക്കൻ ജില്ലകളിൽ, പ്രത്യേകിച്ച് കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ്, വയനാട് ജില്ലകളിലായിരിക്കും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അധികമായി ഇടിമിന്നലോടുകൂടിയ മഴ ലഭിക്കുക. അതേസമയം തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം ഉൾപ്പെടെയുള്ള തെക്കൻ ജില്ലകളിലും കോട്ടയം ഉൾപ്പെടെയുള്ള മധ്യ കേരളത്തിലെ മിക്ക ജില്ലകളിലും നേരിയ തോതിൽ മാത്രമായിരിക്കും ഈ ദിവസങ്ങളിൽ മഴ ലഭിക്കുക. അതേസമയം അന്തരീക്ഷ താപനില പകൽ സമയത്ത് 37 ഡിഗ്രി സെൽഷ്യസിനും 41 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ തന്നെയാകും. അതുകൊണ്ട് ചൂട് കാര്യമായി കുറയില്ല. അത് അന്തരീക്ഷ താപനില കഴിഞ്ഞ ദിവസങ്ങൾ എങ്ങനെയായിരുന്നു അത് അങ്ങനെ തന്നെ തുടരാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ പകൽ 10 മണിക്കും ഉച്ചതിരിഞ്ഞ് 3 മണിക്കും ഇടയിൽ നേരിട്ട് ശരീരത്തിലേക്ക് വെയിലേൽക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശം കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നടക്കം നൽകിയിട്ടുണ്ട്. കാരണം ഉഷ്ണതരംഗ സാധ്യത കൃത്യമായി എടുത്തു പറയുന്നില്ലെങ്കിലും ചൂട് നേരിട്ട് ശരീരത്തിൽ ഏൽക്കുന്നത് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾക്ക് വഴിവെക്കുന്ന പശ്ചാത്തലത്തിലാണ് അതുമായി ബന്ധപ്പെട്ട് ജാഗ്രത പുലർത്തണം പൊതുജനങ്ങൾ എന്ന നിർദ്ദേശം കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നടക്കം ഉണ്ടാകുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. കാസർഗോഡ് 2 പേർക്ക് സൂര്യാഘാതമേറ്റു. ഒരു നഗരസഭാ കൗൺസിലർക്കും 8 വയസ്സുകാരനായ വിദ്യാർത്ഥിക്കുമാണ് പൊള്ളലേറ്റത്. ഇരുചക്രവാഹനത്തിൽ യാത്ര ചെയ്യുന്നതിനിടയിലാണ് കാഞ്ഞങ്ങാട് നഗരസഭ 19ാം വാർഡ് കൗൺസിലർ N ഉണ്ണികൃഷ്ണന് സൂര്യാതാപമേറ്റത്. വീടിന് സമീപത്തെ ഉത്സവത്തിൽ പങ്കെടുക്കുന്നതിനിടയിലായിരുന്നു 8 വയസ്സുകാരൻ ഇഷാന് പൊള്ളലേൽക്കുന്നത്. ഇഷാന്റെ കഴുത്തിന് പിന്നിലാണ് പൊള്ളൽ. ഉണ്ണികൃഷ്ണന്റെ ശരീരത്തിൽ വിവിധ ഭാഗങ്ങളിൽ ചുവന്ന പാടുകൾ വീണു. ഇരുവരും ആശുപത്രികളിൽ ചികിത്സ തേടി. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഇല്ലെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കുന്നു. അധിക ഉപഭോഗം വരുമ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് മാത്രമാണ്. കേന്ദ്രത്തിൽ നിന്ന് 250 മെഗാവാട്ട് വൈദ്യുതി ലഭിച്ചതോടെ ആശങ്ക ഒഴിഞ്ഞുവെന്നും മന്ത്രി അറിയിച്ചു. വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലെത്തിയതിന് പിന്നാലെ ഈ സ്ഥിതി തുടർന്നാൽ വൈകുന്നേരം 6 മണിക്കും രാത്രി 12 മണിക്കും ഇടയിൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന KSEB ബോർഡ് യോഗത്തിലെ തീരുമാനത്തിന് പിന്നാലെയാണ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി മാധ്യമങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്തകളിൽ അവാസ്തവമുണ്ട്, അല്ലെങ്കിൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയിട്ടില്ല, ഒരു നിയന്ത്രണം മാത്രമാണ് നിലനിൽക്കുന്നത്. ഉപഭോഗം വലിയ തോതിൽ വർദ്ധിക്കുമ്പോൾ അതിനെ നേരിടാനായി ട്രിപ്പാകുന്ന ഒരു നടപടി മാത്രമാണ് ഇപ്പോഴുള്ളത്. അതിനപ്പുറത്തേക്ക് ലോഡ് ഷെഡിംഗ് ഇല്ല എന്ന് തന്നെയാണ് കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കിയത്. നിങ്ങൾക്കൊക്കെ അറിയാം, കാലാവസ്ഥയാണ്. ഒന്ന്, ഗൾഫ് നമ്മളാരും പ്രതീക്ഷിക്കാതെ വന്നതല്ലേ. ഉഷ്ണതരംഗം കഴിഞ്ഞ പ്രാവശ്യത്തിൽ വെച്ചിട്ട് എത്രയാണ് കൂടുതൽ. അതിൻ്റെ ബലമുണ്ടായത് എന്താ? ഗൾഫിൻ്റെ ബലമുണ്ടായത് വീട്ടുകളിലൊക്കെ പാചകവാതകം വൈദ്യുതിയിലായി. വൈദ്യുതി വാഹനം ഏറ്റവും കൂടുതൽ കേരളത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതും വൈകുന്നേരങ്ങളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഗ്രൈൻഡർ, മിക്സി ഇതെല്ലാം വൈകുന്നേരമാണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ വരുമ്പോൾ ഓവറായിട്ട് വരുമ്പോൾ ഡ്രിപ്പാകുകയാണ്. പവർ കട്ടിംഗ് അല്ല, ഡ്രിപ്പാകുകയാണ്. ഓവർലോഡ് വരുമ്പോൾ ഡ്രിപ്പാകുകയാണ്. അതാണ് ചെയ്തിരിക്കുന്നത്. കേന്ദ്രത്തിൽ നിന്ന് അനുമതി തേടിയ 250 മെഗാവാട്ട് വൈദ്യുതി ലഭിക്കുമോ എന്നതിൽ ആശങ്ക നിലനിന്നിരുന്നതിനാലാണ് അത്തരത്തിൽ ഒരു മുന്നറിയിപ്പ് പൊതുജനങ്ങൾക്ക് നൽകിയത്. അത്തരത്തിൽ 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് മാത്രമാണ് ഈ ഡ്രിപ്പാകുന്നത് അടക്കമുള്ള നിയന്ത്രണങ്ങൾ നിലനിന്നിരുന്നത്. അതിനപ്പുറത്തേക്ക് ലോഡ് ഷെഡിംഗ് ഇല്ല. ഇന്നലെ മുതൽ തന്നെ ഈ കേന്ദ്രത്തിൽ നിന്നുള്ള 250 മെഗാവാട്ട് വൈദ്യുതി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നതിനാൽ മഴ കൂടി പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലടക്കം ലഭിക്കുന്ന ഒരു പശ്ചാത്തലം വന്നതോടെ നിയന്ത്രണങ്ങൾ വരില്ല എന്നാണ് പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഔദ്യോഗികമായി ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താനുള്ള ഒരു തീരുമാനത്തിലേക്കും സർക്കാർ കടന്നിട്ടില്ല. KSEBയുടെ ബോർഡ് യോഗത്തിലും അങ്ങനെ ഒരു തീരുമാനമല്ല കൈക്കൊണ്ടിരിക്കുന്നത്. നിയന്ത്രണങ്ങൾ വേണ്ടിവരുമെന്ന് മാത്രമാണ് പറഞ്ഞത്. അത് ഉപഭോഗം വർദ്ധിക്കുന്നതിനനുസരിച്ച് മാത്രമായിരിക്കും ആ നിയന്ത്രണങ്ങൾ ഉണ്ടാകുക. അത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനല്ല അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ മാധ്യമങ്ങളിലൂടെ ഈ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി
KSEB നടപ്പിലാക്കിയ പല കാര്യങ്ങളും കൃത്യമായി തന്നെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ബുക്ക്ലെറ്റായി പുറത്തിറക്കിയിരിക്കുകയാണ് വൈദ്യുതി വകുപ്പ്. ഏത് തരത്തിലാണ് കഴിഞ്ഞ 10 വർഷങ്ങളിൽ ഈ വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഹൈഡൽ പ്രോജക്റ്റ് അടക്കം നടപ്പിലാക്കിയതെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ബുക്ക്ലെറ്റുകൾ ഇപ്പോൾ മാധ്യമങ്ങൾക്കടക്കം കൈമാറിയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ വേനൽ മഴ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതോടൊപ്പം 280 മെഗാവാട്ട് വൈദ്യുതി കേന്ദ്രത്തിൽ നിന്ന് കൂടി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതോടെ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സംസ്ഥാനത്ത് തുടർന്നിരുന്ന വൈദ്യുതി നിയന്ത്രണം ഇനി അങ്ങോട്ട് വേണ്ടിവരില്ല എന്ന അറിയിപ്പാണ് വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണമായത് അപ്രതീക്ഷിതമായി ഉണ്ടായ ഇൻഡക്ഷൻ കുക്കറുകളുടെ അമിത ഉപയോഗമാകാമെന്ന് വ്യാപാരികൾ. ഇറാൻ യുദ്ധം മൂലം പാചകവാതക ക്ഷാമത്തെ തുടർന്ന് ഇൻഡക്ഷൻ കുക്കർ വിൽപ്പന ഗണ്യമായി കൂടിയതായി നന്ദലത് ജിമാർട്ടിലെ ഫ്ലോർ മാനേജർ ഹരികൃഷ്ണൻ ന്യൂസ് 18നോട് പറഞ്ഞു. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ പാചകവാതക ലഭ്യത കുറഞ്ഞത് ഇൻഡക്ഷൻ കുക്കറുകളുടെ വിൽപ്പന കൂടുതലാക്കിയിട്ടുണ്ട് എന്നുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും ഈ ഫെബ്രുവരി മുതൽ വരെയുള്ള കണക്കനുസരിച്ചിട്ട് 12 ലക്ഷം ഇൻഡക്ഷൻ കുക്കറുകളാണ് വിപണിയിൽ നിന്ന് വിറ്റുപോയിട്ടുള്ളത്. അതേസമയം ഈ ഒരൊറ്റ മാസം കൊണ്ട് വിപണിയിൽ വിൽപ്പന നടന്നത് 12 ലക്ഷം. അതായത് ഈ പറയുന്ന കണക്ക് അത്രയും തന്നെ, അതായത് ഈ ഫെബ്രുവരി വരെയുള്ള കണക്കനുസരിച്ച് അത്രയും തന്നെ ഒരൊറ്റ മാസം കൊണ്ട് വിറ്റുപോയി എന്നുള്ളതാണ് കണക്കുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഉപയോഗമാണ് സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാക്കിയത് എന്നുള്ള ആരോപണവുമായിട്ടാണ് ചില സംഘടനകൾ രംഗത്തെത്തിയിരിക്കുന്നത്. അത്തരം ആരോപണങ്ങൾ ശരിയാണോ? ഇൻഡക്ഷൻ കുക്കറുകൾ ഗ്യാസിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ലഭ്യത കുറഞ്ഞൊരു കാലഘട്ടത്തിൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടും ഒരു ബാക്കപ്പായിട്ടും ഇൻഡക്ഷൻ കുക്കറുകൾ പെട്ടെന്ന് വാങ്ങിച്ച ആളുകളുണ്ട്. അതേസമയം തന്നെ ഗ്യാസ് ലഭ്യത, അതായത് ദീർഘനാളായിട്ട് 30 ദിവസം 45 ദിവസം എന്നുള്ളൊരു കണക്കിലേക്ക് ഗ്യാസിൻ്റെ ലഭ്യത കൂടുമ്പോൾ അതിന് അവൈലബിലിറ്റിയുടെ സാധ്യത അത്രയും ദിവസങ്ങൾക്കിടയിലേക്ക് മാറുമ്പോൾ അതിനുള്ള ഒരു പ്രതിസന്ധി തരണം ചെയ്യാൻ വേണ്ടി ഇൻഡക്ഷൻ കുക്കറുകൾ വാങ്ങി വെച്ചിരിക്കുന്ന ആളുകളുമുണ്ട്. മുഴുവൻ ആളുകളും ഇൻഡക്ഷൻ കുക്കറിനെ ആശ്രയിച്ചല്ല പാചകം നടത്തുന്നത് എന്നുള്ള കാര്യം കൂടി ഈ കൂട്ടത്തിൽ കണക്ക് കൂട്ടേണ്ടതില്ലേ എന്നുള്ള ചോദ്യവും ബാക്കിയാവുകയാണ്. പ്രത്യേകിച്ചും നമ്മൾ കൊച്ചിയിലെ ഷോപ്പുകളിൽ നിന്നും ഇൻഡക്ഷൻ കുക്കറുകളുടെ വിൽപ്പന ഗണ്യമായി കൂടിയിട്ടുണ്ടെന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇൻഡക്ഷൻ കുക്കറിൻ്റെ മാത്രം ഉപയോഗമാണ് സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു ആരോപണത്തിലേക്ക് വരുന്നതെന്ന് മനസ്സിലാക്കുന്നതാണ്. എന്നിരുന്നാലും കണക്കുകൾ മുന്നോട്ട് വയ്ക്കുന്നതനുസരിച്ചിട്ട് നമ്മുടെ ഡാമിലെ ജലസംഭരണത്തിൻ്റെ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള ജലവൈദ്യുത നിർമ്മാണം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ചോദ്യം ബാക്കിയാവുകയാണ്. പ്രത്യേകിച്ചും ഈ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലഘട്ടത്തിൽ പുറത്തുനിന്നും വൈദ്യുതി വാങ്ങുകയും ആ കാലഘട്ടത്തിൽ വൈദ്യുതിക്ക് പുറത്തുനിന്നും വാങ്ങുന്ന വൈദ്യുതിക്ക് വില കുറവാണ്. അതേസമയം ഏപ്രിൽ മെയ് മാസങ്ങളിൽ അതങ്ങനെയല്ല, വില വളരെ കൂടുന്നൊരു സാഹചര്യമുണ്ട്. ആ കാലഘട്ടത്തിൽ ജലവൈദ്യുതി ഉപയോഗിക്കുകയും അതേസമയം ഏപ്രിൽ മെയ് മാസത്തിൽ ജലവൈദ്യുതി ഉപയോഗിക്കാതെ ഈ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലഘട്ടത്തിൽ ജലവൈദ്യുതി ഉപയോഗിക്കുകയും നിർമ്മിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് പോയില്ലേ എന്നുള്ള ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. ഇടുക്കി ഉൾപ്പെടെയുള്ള വലിയ ജലസംഭരണികളിൽ ജലം നിറയുണ്ട്. അതായത് മുൻ വർഷത്തേക്കാൾ 3 ഇരട്ടിയിലധികം മെഗാ യൂണിറ്റ് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാനുള്ള സംഭരണ ശേഷിയുള്ള ജലസംഭരണികളാണ് നമുക്കുള്ളത്. ചെറിയ ഡാമുകളിൽ മാത്രമാണ് പിന്നീടും ജലം വന്നു നിറയുന്ന ഒരു സാഹചര്യമുള്ളത്. ഇടുക്കി പോലത്തെ വലിയ സംഭരണികളിൽ വെള്ളം ആവശ്യത്തിലധികമുണ്ട്. അത് ഉപയോഗപ്പെടുത്താത്ത ഒരു സാഹചര്യം കൂടി ചോദ്യചിഹ്നമാവുന്നുണ്ട്. ഇൻഡക്ഷൻ കുക്കർ, അതുപോലെ എയർ ഫ്രയർ, ഗ്രിൽ ഓവൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പാചകത്തിന് വ്യാപകമായി ഉപയോഗിച്ച് വരുന്ന ഒരു അവസ്ഥ എന്തായാലും ഉണ്ട്, നിലവിലുണ്ട്. പക്ഷേ അത് ഒരു വലിയ കാരണമല്ല. അതുപോലെ വൈദ്യുതി മന്ത്രി പറഞ്ഞതനുസരിച്ച് ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇതൊക്കെ ഉപയോഗം കൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നെങ്കിലും പക്ഷേ അത് മാത്രമാണോ കേരളം നേരിടുന്ന പ്രതിസന്ധി? അപ്രഖ്യാപിത ലോഡ് ഷെഡിങ് വന്നതുകൂടി വലിയ പ്രതിസന്ധിയിലേക്കും വലിയ പ്രതികരണങ്ങളിലേക്കും പ്രതിഷേധങ്ങളിലേക്കും ഒക്കെ നയിച്ചിട്ടുണ്ട്. പ്രഖ്യാപിത ലോഡ് ഷെഡിങ് എന്ന് പറയുമ്പോൾ 6 മുതൽ 12 വരെയുള്ള സമയത്ത് ഏത് സമയത്താണ് കൃത്യമായി ലോഡ് ഷെഡിങ് അല്ലെങ്കിൽ കറണ്ട് കട്ട് ചെയ്യുക എന്ന് പറയാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് തന്നെ അപ്രായോഗികമാണ് എന്ന് KSEB തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രതിസന്ധിക്ക് എന്തെങ്കിലും പരിഹാരം കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോഴും ബാക്കിയാകുന്നത്. ആളുകൾ പങ്കുവച്ചു. സംസ്ഥാനത്ത് വോട്ടെണ്ണലിന് ഇനി 5 ദിവസം മാത്രമാണുള്ളത്. എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ ഇന്ന് പുറത്തുവരും. 5-ലധികം സർവേ ഫലങ്ങളാണ് പുറത്തു വരിക. വൈകിട്ട് 6:00-ക്ക് വിവിധ ഏജൻസികളുടെ ഫലങ്ങൾ വന്നു തുടങ്ങും. വോട്ട് വൈബ് തെരഞ്ഞെടുപ്പ് ഏജൻസി നടത്തിയ എക്സിറ്റ് പോൾ ഫലം ന്യൂസ് 18-ൽ ഇന്ന് വൈകിട്ട് 6:30 മുതൽ കാണാം.
തെരഞ്ഞെടുപ്പ് നടന്ന 5 സംസ്ഥാനങ്ങളിലെയും എക്സിറ്റ് പോളുകളാണ് ഇന്ന് പുറത്തുവിടുക. വോട്ടെടുപ്പ് കഴിഞ്ഞ് 20 ദിവസങ്ങൾക്ക് ശേഷമാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരുന്നത്. രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾ പൊതുവിൽ എക്സിറ്റ് പോളുകളെ സ്വീകരിക്കാറില്ല, അല്ലെങ്കിൽ അതിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാറുണ്ട്. പക്ഷേ വളരെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് ഇത് ഇങ്ങനെ തള്ളിപ്പറയുന്ന രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾ തന്നെ എക്സിറ്റ് പോളുകളെ കാത്തിരിക്കുന്നതെന്നതാണ് വസ്തുത. പ്രീ പോൾ സർവേകളിൽ ഒരു മുന്നണിക്കും കൃത്യമായ ഒരു എഡ്ജ് നൽകിയിരുന്നില്ല. ചെറിയ മുന്നേറ്റം ചില സർവേകൾ ഇടതുമുന്നണിക്ക് പ്രവചിച്ചപ്പോൾ മറ്റു ചില സർവേകളാകട്ടെ UDF അധികാരത്തിൽ വരാൻ ചെറിയ ഭൂരിപക്ഷത്തോടുകൂടി, ചെറിയ മെജോറിറ്റിയോടുകൂടി അധികാരത്തിൽ വരുമെന്ന പ്രവചനമാണ് പ്രീ പോൾ സർവേകളിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോളുകൾ എന്താകുമെന്ന വലിയ ആകാംക്ഷ പൊതുവിൽ രാഷ്ട്രീയ കേരളത്തിലുണ്ട്, രാഷ്ട്രീയ കേന്ദ്രങ്ങളിലുണ്ട്. എക്സിറ്റ് പോളുകൾ പ്രീ പോൾ സർവേകളേക്കാൾ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയി കൃത്യമായിരിക്കുമെന്നതുകൂടിയാണ് നേരത്തെയുള്ള ചരിത്രം സൂചിപ്പിക്കുന്നത്. വോട്ടെടുപ്പിന് ശേഷം കൃത്യമായ വിവരങ്ങൾ വോട്ടർമാർ ലഭ്യമാക്കാൻ തയ്യാറാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോൾ സർവേകൾ കുറച്ചുകൂടി ആധികാരികമായിരിക്കും. 2021 സർവേകൾ 11 സർവേകളാണ് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഉണ്ടായത്. അതിൽ 6 ഇടതുമുന്നണിക്ക് വലിയ മുന്നേറ്റം പ്രവചിച്ചവയാണ്. 77 മുതൽ 120 സീറ്റുകൾ വരെ പ്രവചിച്ച എക്സിറ്റ് പോളുകൾ 2021 ഉണ്ടായിരുന്നു. എന്നാൽ 99 സീറ്റ് നേടി ഇടതുമുന്നണി അധികാരത്തിൽ വന്നു. അന്നും ഇടതുമുന്നണി നേതൃത്വം എക്സിറ്റ് പോളുകളെ ആ രീതിയിൽ സ്വീകരിച്ചില്ല, അല്ലെങ്കിൽ എക്സിറ്റ് പോളുകൾ മുഴുവൻ ശരിയെന്ന നിലപാട് എടുത്തതിന് കാരണം എക്സിറ്റ് പോളുകൾ പ്രവചിച്ച ഫലത്തിന് വിരുദ്ധമായി പലയിടങ്ങളിലും ഇടതുമുന്നണിക്ക് ജയിക്കാൻ കഴിഞ്ഞു. ഇന്നലെയും മുഹമ്മദ് റിയാസിനെ പോലെ നേതാക്കൾ പറഞ്ഞതുപോലെ എക്സിറ്റ് പോളുകൾ ശരിയായിരുന്നുവെങ്കിൽ ഞാൻ ഇത്തവണ MLA പോലും കഴിഞ്ഞ തവണ ആകുമായിരുന്നില്ല എന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു. അങ്ങനെ ചില മണ്ഡലങ്ങളിലെ എക്സിറ്റ് പോൾ ഫലങ്ങളെ ഇടതുമുന്നണി ഇപ്പോഴും ചോദ്യം ചെയ്യുന്നുണ്ട്. കോൺഗ്രസും എക്സിറ്റ് പോളുകളെ പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല. 2011 എക്സിറ്റ് പോളുകൾ അതേപടി സംസ്ഥാനത്ത് സംഭവിച്ചില്ല എന്നാണ് UDF ചൂണ്ടിക്കാട്ടുന്നത്. ഇത്തവണ ഏത് സാഹചര്യത്തിലും 80 സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്ന് UDF ഉറപ്പിക്കുന്നു. ഇടതുമുന്നണിയിൽ ഏറ്റവും അധികം ആത്മവിശ്വാസം തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പുലർത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. 75 കുറയാത്ത സീറ്റ് നേടി ഇടതുമുന്നണി അധികാരത്തിൽ വരുമെന്ന് അദ്ദേഹം ഉറപ്പിക്കുകയാണ്. എന്നാൽ മറ്റ് നേതാക്കൾക്ക് ആ ആത്മവിശ്വാസമില്ല. 30 സീറ്റുകളോളം തോൽക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ 30 സീറ്റ് തോൽക്കുമ്പോൾ 69 എന്ന സംഖ്യയിലേക്ക് എത്തും. വീണ്ടും 2 സീറ്റ് വേണം. 10-15 സീറ്റുകളിൽ കടുത്ത പോരാട്ടമുണ്ടെന്ന് ഇടതുമുന്നണി സമ്മതിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഭരണം കിട്ടുമെന്ന പ്രതീക്ഷയാണ് മാത്രമാണ് ഇടതുമുന്നണിക്കുള്ളത്. എന്നാൽ മുഖ്യമന്ത്രി ഏത് സാഹചര്യത്തിലും ഭരണം ഉറപ്പിച്ചാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. BJPക്കാകട്ടെ ഇത്തവണ നിർണായക ശക്തിയായി മാറുമെന്ന വലിയ പ്രതീക്ഷയാണ് ഉള്ളത്. നേമത്തും കഴക്കൂട്ടത്തും അവർ വിജയം ഉറപ്പിക്കുന്നു. അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ മഞ്ചേശ്വരം ജയിക്കാമെന്ന് കണക്കുകൂട്ടുന്നു. കടുത്ത ത്രികോണ പോരാട്ടത്തിനൊടുവിൽ പാലക്കാടും ജയിച്ചു കയറാം, ചാത്തന്നൂറും അനുകൂല ഫലമുണ്ടാകാം. അങ്ങനെയെങ്കിൽ 5 സീറ്റ് വരെ നേടാനാകുമെന്നൊരു പ്രതീക്ഷ BJP കേന്ദ്രങ്ങൾക്കുമുണ്ട്. LDFും UDFും കടുത്ത പോരാട്ടം, ഇഞ്ചോടിഞ്ച് പോരാട്ടം വന്നാൽ 5 തങ്ങൾ നേടുന്ന സീറ്റുകൾ നിർണായകമായി മാറും, ഭരണം നിശ്ചയിക്കുന്ന ശക്തിയായി മാറുമെന്ന പ്രതീക്ഷ ഈ ഘട്ടത്തിലും BJP മുന്നോട്ട് വയ്ക്കുന്നു. അതായത് ഈ മുന്നണി നേതൃത്വങ്ങൾ പൊതുവിൽ എക്സിറ്റ് പോളുകളെ പരസ്യമായി തള്ളിപ്പറയുമ്പോഴും എക്സിറ്റ് പോളുകൾ എന്ത് പറയും, എന്ത് പ്രവചിക്കുമെന്ന വലിയ ആകാംക്ഷ രാഷ്ട്രീയ നേതൃത്വങ്ങളിലും സ്ഥാനാർത്ഥികളിലും മുന്നണി നേതൃത്വങ്ങളിലുമുണ്ട് എന്നുള്ളതാണ് വാസ്തവം. Renergy Presents Exit Poll നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Renergy Systems India Private Limited, the most trusted solar energy brand. Co-presented by Berger. Berger Paints, paint your imagination. Co-powered by UGS Gold Loan. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS Gold Loan. Special partners IIC Lakshya. Join India's #1 Commerce Institute, Indian Institute of Commerce, Lakshya. And IBIS. വെറുമൊരു ജോലിയല്ല, നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂ IBIS-ലൂടെ. In association with അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. പശ്ചിമബംഗാളിൽ 2ാം ഘട്ട വോട്ടെടുപ്പിലും കനത്ത പോളിംഗ്. ഉച്ചയ്ക്ക് മുൻപ് തന്നെ പലയിടത്തും 50%-ലേറെ ആളുകൾ വോട്ട് ചെയ്തു. പലയിടത്തും അക്രമ സംഭവങ്ങളുമുണ്ടായി. ഡയമണ്ട് ഹാർബറിലെ 144 നമ്പർ ബൂത്തിൽ BJP റീപോളിംഗ് ആവശ്യപ്പെട്ടു. BJP ചിഹ്നത്തിന്റെ ബട്ടൺ സെലോ ടേപ്പ് ഉപയോഗിച്ച് മറച്ചുവെന്നാണ് പരാതി. KP അഭിലാഷ് വിവരങ്ങളുമായി ചേരും. അഭിലാഷ്, വലിയ കനത്ത പോളിംഗ് രേഖപ്പെടുത്തുന്നുണ്ട് പലയിടങ്ങളിലും. നമുക്കറിയാം, മമതാ ബാനർജിക്ക് പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളാണ്, ന്യൂനപക്ഷ മേഖലകളാണ്. SIRന്റെ എഫക്റ്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ കൂടിയാണ്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? പശ്ചിമ ബംഗാളിലെ 2ാം ഘട്ട വോട്ടെടുപ്പിലും മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വോട്ടെടുപ്പ് ആരംഭിച്ചപ്പോൾ മുതലുള്ള
ക്യൂ ഇപ്പോഴും തുടരുകയാണ്. രാവിലെ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പല ബൂത്തുകളിലും സ്ത്രീകളുടെയും യുവാക്കളുടെയും പ്രായമായവരുടെയും ഒക്കെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. വോട്ടെടുപ്പ് ആരംഭിച്ച് 6 മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ഇതേ സാഹചര്യം തന്നെയാണ് മിക്കവാറും എല്ലാ ബൂത്തുകളിലും പ്രകടമാകുന്നത് എന്നതാണ്. അതോടൊപ്പം തന്നെ സൂചിപ്പിക്കേണ്ടത് രാവിലെ 11 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട ഒഫീഷ്യൽ കണക്കിൽ തന്നെ പോളിംഗ് ശതമാനം 40-ലേക്ക് എത്തി എന്നതുകൊണ്ട് തന്നെ ഈ പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ റെക്കോർഡ് ഭേദിക്കുമോ എന്നതിൽ ആണ് ഇപ്പോൾ സംശയമുള്ളത്. മികച്ച പോളിംഗ് തന്നെയാണ് ഇപ്പോഴും രേഖപ്പെടുത്തിക്കൊണ്ടും ഇരിക്കുന്നത്. അതേസമയം ആദ്യഘട്ടത്തിലേതുപോലെ തന്നെ അക്രമ സംഭവങ്ങൾ നിരവധി ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും BJP പ്രവർത്തകരും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. പശ്ചിമബംഗാളിലെ നാദിയിൽ BJPയുടെ ബൂത്ത് ഏജന്റിന് മർദ്ദനം ഏറ്റു എന്ന പരാതി ഉയർന്നു വന്നിട്ടുണ്ട്. മമതാ ബാനർജി ഹൈന്ദവ വോട്ടർമാരെ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്ന വിമർശനമാണ് ഇപ്പോൾ BJP ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ ഹിന്ദു വോട്ടർമാരെ ഭയപ്പെടുത്തുകയാണ് മമതാ ബാനർജി ചെയ്യുന്നത് എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ബാലിഗഞ്ച്, റാഷ് ബഹാരി പോലെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് മേൽക്കൈയുള്ള ഇടങ്ങളിലും ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അതോടൊപ്പം പറയേണ്ടത് സൗത്ത് പർഗാനാസ് നഗറിലെ ബികാസ് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിക്ക് നേരെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ കയ്യേറ്റം നടത്തുകയും അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ ചില്ലുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു എന്ന പരാതി നിലനിൽക്കുന്നുണ്ട്. ഈ വാഹനം ആക്രമിക്കാൻ എത്തുന്നതിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ BJP നേതാക്കൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഗൗരവതരമായ ഒരു പരാതി ഉയർന്നു വരുന്നത് ഡയമണ്ട് ഹാർബറിൽ നിന്നാണ്. അവിടെ 144-ാമത്തെ ബൂത്തിൽ BJPയുടെ ചിഹ്നത്തിന് നേരെ, താമര ചിഹ്നത്തിന് നേരെ സെലോ ടേപ്പ് ഒട്ടിച്ച് മറച്ചു വെച്ചിരുന്നു എന്ന ഗുരുതരമായ ആരോപണം ആണ് ഉയരുന്നത്. ഇവിടെ റീപോളിംഗ് നടത്തണം എന്ന ആവശ്യം കൂടി ഉയരുന്നുണ്ട്. ഇങ്ങനെ പരക്കെ അക്രമ സംഭവങ്ങൾ നടക്കുമ്പോൾ പോലും കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ആണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. 2321 കമ്പനി കേന്ദ്ര സേനയെ ആണ് ഈ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഭാഗമായി വിന്യസിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അക്രമ സംഭവങ്ങൾ വ്യാപകമാണ് എങ്കിൽ പോലും വോട്ടർമാരുടെ ഒരു നീണ്ട നിര തന്നെയാണ് ഇപ്പോഴും പ്രകടമാകുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. മാത്രവുമല്ല, ആദ്യഘട്ടത്തിലെ മികച്ച പോളിംഗിന് ശേഷം രാഷ്ട്രീയ പാർട്ടികൾ, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും തന്നെ വലിയ പ്രചാരണം ആണ് നടത്തിയത്. തൃണമൂൽ കോൺഗ്രസും BJPയും CPIഎമ്മും കോൺഗ്രസും അടക്കം വലിയ തോതിലുള്ള ക്യാമ്പയിനുകൾ നടത്തുകയും അങ്ങനെ കഴിയുന്നത്ര വോട്ടർമാരെ ബൂത്തുകളിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമവും നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നോർത്ത് സൗത്ത് കൊൽക്കത്ത, നോർത്ത് സൗത്ത് 24 പർഗാനാസ് നഗർ, ഹൂഗ്ലി, പൂർവ്വ ബർദ്ധമാൻ എന്നിങ്ങനെ വിവിധ ജില്ലകളിൽ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. 3.21 കോടി വോട്ടർമാർ ആണ് ഈ ഘട്ടത്തിൽ വോട്ട് ചെയ്യുന്നത്. ഇതിൽ 1.6 കോടി പുരുഷ വോട്ടർമാരുമുണ്ട്. 41,000-ൽ-അധികം പോളിംഗ് ബൂത്തുകളിൽ ആണ് ഇപ്പോഴും വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അതേസമയം ഈ ആദ്യത്തെ പോളിംഗിൽ കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. 93% വോട്ടാണ് രേഖപ്പെടുത്തിയത്. ഇപ്പോഴും അതിന് അതേ തരത്തിലുള്ള ഒരു കനത്ത പോളിംഗ് തന്നെ തുടരുകയാണ്. പക്ഷേ ഇത് ആർക്ക് അനുകൂലമാകും പ്രതികൂലമാകും എന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് കണക്കാക്കാൻ പറ്റുന്നില്ല. എന്തു തന്നെയാണെങ്കിലും കഴിഞ്ഞ കുറേ കാലങ്ങളായി, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഒക്കെ മമതാ ബാനർജിക്ക് മേൽക്കൈ നേടാൻ സാധിച്ചിട്ടുള്ള ഇടങ്ങളിൽ ആണ് ഈ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. 6 മണിയോടുകൂടിയാണ് വോട്ടെടുപ്പ് അവസാനിക്കുക. അതിനുശേഷമായിരിക്കും എക്സിറ്റ് പോൾ ഫലങ്ങളും പുറത്തുവരിക. പശ്ചിമേഷ്യയിൽ ഇറാൻ ഒറ്റപ്പെടുന്നു. ഹോർമുസ് കടലിടുക്കിൽ നിന്ന് ഇറാൻ പണം ഈടാക്കുന്നതിനെതിരെ GCC രാജ്യങ്ങളുടെ കൂട്ടായ്മ രംഗത്തെത്തി. ഹോർമുസ് അടച്ചതിനെ അപലപിച്ച് കൂട്ടായ്മ യുദ്ധത്തിന് മുൻപുണ്ടായിരുന്ന സ്ഥിതി പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇതിനിടെ 35 ഇറാനിയൻ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും മേൽ US പുതുതായി ഉപരോധം ഏർപ്പെടുത്തി. സമ്മർദ്ദം ശക്തമാക്കി ഇറാനെ ചർച്ചയ്ക്ക് പ്രേരിപ്പിക്കുകയാണ് US ലക്ഷ്യം. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കും. അജയ്, ഇറാനെ ഒറ്റപ്പെടുത്തുക, ഒപ്പം ഇറാന്റെ സാമ്പത്തിക വ്യാപാര താൽപ്പര്യങ്ങൾ ഇല്ലാതാക്കുക, യുദ്ധത്തിൽ ജയിക്കാനായില്ല, ആയുധം കൊണ്ട് പോരടി ജയിക്കാനായില്ല, US-ന്റെ പുതിയ ലക്ഷ്യം അത് വിജയിക്കുമോ? രഞ്ജിത്ത്, നിലവിൽ 2 ഭാഗങ്ങളിൽ നിന്ന് ഇറാന് ശക്തമായിട്ടുള്ള ഒരു സമ്മർദ്ദം നേരിടുന്നുണ്ട്. ഒന്ന് GCC രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും, മറ്റൊന്ന് അമേരിക്കയുടെ ഭാഗത്തു നിന്നും. അമേരിക്ക നേരത്തെ തന്നെ ഹോർമുസ് കടലിടുക്കിലുള്ള ഉപരോധവും അതുപോലെ തന്നെ മറ്റ് പല അന്താരാഷ്ട്ര ഉപരോധങ്ങളിലൂടെയും ഇറാനെ സമ്മർദ്ദത്തിലാക്കുകയായിരുന്നു. എന്നാൽ ഈ ഹോർമുസ് കടലിടുക്കിലുള്ള ഉപരോധം ഒന്നുകൊണ്ട് മാത്രം ഇറാൻ US-മായി ചർച്ച നടത്താൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഇറാനെ സഹായിക്കുന്ന 35ഓളം വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും
സ്ഥാപനങ്ങൾക്കുമെതിരെ US-ന്റെ ട്രഷറി വകുപ്പ് നടപടിയെടുത്തിരിക്കുന്നത്. ഇത്തരം സ്ഥാപനങ്ങളാണ് US ഉപരോധം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇറാന് വൻതോതിൽ പണം കൈമാറിക്കൊണ്ടിരുന്നത്. അത് പ്രധാനമായിട്ടും ആയുധ വ്യാപാരങ്ങളിലൂടെയും അതുപോലെ എണ്ണ വ്യാപാരത്തിലൂടെയുമായിരുന്നു ഇത്തരം സ്ഥാപനങ്ങൾ ഇറാന് വൻതോതിൽ ഫണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഫണ്ടിങ് കട്ട് ചെയ്ത് ഇതിനെ US വിശേഷിപ്പിച്ചത് ഇറാന്റെ ഒരു രഹസ്യ ഒരു ഷാഡോ ബാങ്കിംഗ് ശൃംഖല എന്നാണ് US-ന്റെ ട്രഷറി വകുപ്പ് ഇതിനെ നിർവചിച്ചത്. ഇത്തരം അതുമാത്രമല്ല ഇറാൻ ഈ സ്ഥാപനങ്ങൾ വഴി ട്രാൻസാക്ഷൻ നടത്തിക്കൊണ്ടിരുന്നത് ബിറ്റ്കോയിൻ വഴിയും അതുപോലെ തന്നെ ചൈനീസ് കറൻസി ആയിട്ടുള്ള യുവാൻ വഴിയുമാണ്. ഇതുവഴി ഡോളറിലുള്ള അവരുടെ ഉപരോധത്തിനെ മറികടക്കാൻ ഇറാന് ഏറെക്കുറെ സാധിച്ചിരുന്നു. അപ്പോൾ ഇത്തരം പ്രതിസന്ധികളിലൂടെ ഈ ഒരു സമ്മർദ്ദതന്ത്രം നിലവിൽ ഈ 35 സംഘടനകളെയും അതുപോലെ വ്യക്തികളെയും ഉപരോധിച്ചുകൊണ്ട് ഇവർക്കെതിരെ കൂടുതൽ നിയന്ത്രണങ്ങൾ കൽപ്പിച്ചുകൊണ്ട് ഇറാന് നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക സഹായം നിർത്തലാക്കുകയാണ് US-ന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതുവഴി IRGCക്ക് ലഭിക്കുന്ന വലിയ തോതിലുള്ള ഫണ്ടിംഗ് നിർത്തലാക്കാനും US ഉദ്ദേശിക്കുന്നുണ്ട്. ഇങ്ങനെ IRGCക്ക് ഫണ്ടിംഗ് ലഭിക്കാതാവുകയും അവർക്ക് കൂടുതൽ മിസൈലുകളും ഡ്രോണുകളും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുമെന്ന് US വിലയിരുത്തുന്നു. മാത്രമല്ല ഇറാന്റെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദന കേന്ദ്രമായിട്ടുള്ള ഖാർ ദ്വീപിൽ ഇപ്പോൾ തന്നെ കപ്പാസിറ്റിക്ക് അപ്പുറമുള്ള ഓയിൽ കെട്ടിക്കിടക്കുകയാണ്. ഇതൊന്നും മറ്റ് രാജ്യങ്ങളിലോട്ട് കൈമാറാനാകാതെ ഈ ഒരു തീരുമാനത്തിലൂടെ അവർ പ്രതിസന്ധിയിലാകുമെന്നും US കണക്ക് കൂട്ടുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നിലവിൽ GCC രാജ്യങ്ങൾ സൗദി അറേബ്യയിൽ വെച്ച് പ്രത്യേക യോഗം ചേർന്നിട്ടുള്ളത്. നിലവിൽ ഈ പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഈ GCC രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഓഫ്ലൈനായിട്ട് നേരിട്ടുള്ള കൂടിക്കാഴ്ചകൾ നടത്തുന്നത്. ഇതിനു മുൻപേ ഓൺലൈനായിട്ടുള്ള ചർച്ചകൾ മാത്രമാണ് നടന്നത്. ഈ GCC രാജ്യങ്ങളുടെ യോഗത്തിൽ പല നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്. സൗദി കിരീടാവകാശിയായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാന്റെ നേതൃത്വത്തിലാണ് ഇത്തരമൊരു യോഗം ചേർന്നത്. ഈ യോഗത്തിൽ ഖത്തർ അമീർ അതുപോലെ തന്നെ കുവൈറ്റിന്റെ കിരീടാവകാശി, ബഹ്റൈൻ രാജാവ്, UAE-യുടെ വിദേശകാര്യമന്ത്രി ഇങ്ങനെ നിരവധി പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട്. ഈ യോഗത്തിൽ GCC രാജ്യങ്ങളെല്ലാവരും ഒന്നാകെ ഹോർമുസ് കടലിടുക്കിലുള്ള ഇറാന്റെ ഉപരോധത്തെ ശക്തമായ ഭാഷയിൽ അപലപിച്ചു. മാത്രമല്ല ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ടോൾ പിരിക്കുന്ന തീരുമാനം എത്രയും വേഗം പിൻവലിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല നിരവധി പുതിയ പദ്ധതികളും ഈ GCC രാജ്യങ്ങളുടെ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. അതായത് GCC റെയിൽ പദ്ധതി, GCC വൈദ്യുതി ശൃംഖല, GCC ഓയിൽ ആൻഡ് ഗ്യാസ് പൈപ്പ് ലൈൻ, GCC മേഖലയിൽ മൊത്തത്തിലെത്തുന്ന ശുദ്ധജല നെറ്റ്വർക്കുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ മുൻകൂട്ടി അറിഞ്ഞ് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനം, ഇവയെല്ലാം ഡെവലപ്പ് ചെയ്യാനുള്ള തീരുമാനമായിട്ടുണ്ട്. പിന്നെ മേഖലയിൽ ഒരു രാജ്യത്തിനെതിരെ ആക്രമണം ഉണ്ടായാൽ അത് എല്ലാ രാജ്യങ്ങൾക്കുമെതിരെയുള്ള ആക്രമണമായി കണക്കാക്കാനും പ്രതിരോധ രംഗത്ത് കൂടുതൽ സഹകരണം പുലർത്താനും ഈ രാജ്യങ്ങൾ നിലവിൽ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും UAE-യുടെ ഈ ഒപെക്കിൽ നിന്നുള്ള ഒരു പുറത്താകലിന് ശേഷം ഈ GCC രാജ്യങ്ങൾ ഉടൻ തന്നെ അവരുടെ ഒരു സഹകരണം മെച്ചപ്പെടുത്താനുള്ള ഒരു അടുത്ത ഘട്ട നടപടിയാണ് നിലവിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇത്തരം രണ്ട് കാര്യങ്ങളും ഇറാനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്ന് വേണം വിലയിരുത്താൻ. തീർച്ചയായും അതാണ് സാഹചര്യം. ഒപ്പം ഈ നമുക്കറിയാം ഹോർമുസുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ ഉപരോധം തുടരുന്നുണ്ട്. GCC രാജ്യങ്ങൾ ഇന്നലെ യോഗം കൂടിയിരുന്നു. ഇറാനെ ആ തരത്തിൽ കൈകാര്യം ചെയ്യുക, ഇറാൻ്റെ ഉപരോധം അവസാനിപ്പിക്കുക എന്ന ആവശ്യം ഉന്നയിച്ച പശ്ചാത്തലമുണ്ട്. മറ്റൊന്ന് ഈ രാജ്യങ്ങളുടെ കൂട്ടായ്മ ഇടപെടുകയും പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഈ വിഷയത്തിൽ നേരത്തെ മധ്യസ്ഥ്രമം നടത്തിയിട്ട് മറ്റുമുണ്ട്. ഒരു സമാധാന കരാറിലേക്ക് എത്തിക്കുക എന്നത് പ്രധാനമാണ്. അതിന് ഏറ്റവും അടിയന്തരമായി വേണ്ടത് ഹോർമുസിന് നിയന്ത്രണം പിൻവലിക്കുക, ഇരു രാജ്യങ്ങളും സ്വതന്ത്രമായി ഹോർമുസിനെ ഏർപ്പെടുത്തുക, ഒപ്പം ആണവ കരാറിൽ നിന്നും ഇറാനെ പിൻവലിപ്പിക്കുക. അതിന് അമേരിക്ക പറഞ്ഞ ന്യായം ഇറാനിലൊരു സ്വതന്ത്ര ഭരണകൂടമില്ല, ഇപ്പോൾ അവർ ഏകോപനമില്ലാത്ത തരത്തിൽ പ്രവർത്തിക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. അതാണ് ഈ കാര്യങ്ങളിൽ തീരുമാനമെടുക്കൽ ഇറാനെ പിൻവലിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതൊരു വലിയ ഘടകമായി മാറുന്നുണ്ടല്ലോ അജയ്. ട്രംപിന്റെ ഒരു ട്രൂ സോഷ്യൽ പോസ്റ്റ് കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഇതിൽ തന്നെ ട്രംപ് വീണ്ടും അവകാശപ്പെടുന്നത് ഇറാനിലെ നേതാക്കൾ പരസ്പരം പോരടിക്കുകയാണ്, അവർക്ക് ഇടയിൽ ഒരു ഏകോപനമില്ല എന്നാണ്. മാത്രമല്ല ഇറാൻ ഹോർമുസ് കടലിലേക്ക് തുറക്കാൻ വേണ്ടി ഞങ്ങൾക്ക് മുന്നിൽ അപേക്ഷിക്കുകയാണെന്ന് ട്രംപ് ഈ പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം അവകാശപ്പെടുന്ന മറ്റൊരു കാര്യം ഇറാൻ തകർച്ചയുടെ വക്കിലാണെന്നും ട്രംപ് നിലവിൽ ഈ പോസ്റ്റിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇറാൻ ഇപ്പോഴും പറയുന്നത് US ഒരു
US ആണ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതെന്നാണ് ഇറാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഇറാൻ സമർപ്പിച്ചിട്ടുള്ള 3 നിർദ്ദേശങ്ങൾ അത് US-ന്റെ പരിഗണനയിലാണ്. ട്രംപ് ഇത് ദേശീയ സുരക്ഷാ കൗൺസിൽ അംഗങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നു എന്നാണ് വിവരമുള്ളത്. ഇതുവരെ US ഔദ്യോഗികമായിട്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം അറിയിച്ചിട്ടില്ല. ട്രംപിന് ഇറാന്റെ പല നിർദ്ദേശങ്ങളോടും എതിർപ്പുള്ളതായിട്ടുള്ള സൂചനകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. പക്ഷേ ഇതിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം നടത്താൻ ട്രംപ് തയ്യാറായിട്ടില്ല. ഇപ്പോൾ നിലവിൽ UK-യുടെ നിലവിൽ ചാൾസ് മൂന്നാമൻ രാജാവ് US-ൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചാൾസ് മൂന്നാമൻ US-ൽ നിന്ന് യാത്ര തിരിച്ചതിന് ശേഷമായിരിക്കും ട്രംപിൻ്റെ എന്തെങ്കിലും ഔദ്യോഗിക പ്രതികരണങ്ങൾ ഉൾപ്പെടെ വരിക. മറ്റു കാര്യങ്ങൾ അദ്ദേഹം കൂടുതൽ ഈ ഇറാനുമായിട്ടുള്ള വിഷയത്തിൽ ഈ 2 ദിവസങ്ങളിൽ സംസാരിക്കാത്തതും ഒരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും US-ന്റെ അണിയറയിൽ കൂടുതൽ നീക്കങ്ങൾ നടക്കുന്നു എന്ന് വേണം ഇതിൽ നിന്നൊക്കെ വിലയിരുത്തൽ നമ്മൾ നടത്തേണ്ടത്. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവച്ചു. ചാൾസ് മൂന്നാമന്റെ അമേരിക്കൻ സന്ദർശനം തുടരുന്നു. US കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ചാൾസ് രാജാവ് UK-US ബന്ധം സുശക്തമാണെന്ന് പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ UK അമേരിക്കയെ സഹായിച്ചില്ലെന്ന ട്രംപിന്റെ വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ഈ പരാമർശം. We can discern that our nations are in fact instinctively like-minded, a product of the common democratic, legal and social traditions in which our governance is rooted to this day. Drawing on these values and traditions, time and again, our two countries have always found ways to come together. And by Jove, Mr. Speaker, when we have found that way to agree, what great change is brought about, not just for the benefit of our peoples, but of all peoples. This, I believe, is the special ingredient in our relationship. As President Trump himself observed during his state visit to Britain last autumn, the bond of kinship and identity between America and the United Kingdom is priceless and eternal. വൈറ്റ് ഹൗസിൽ ഒരുക്കിയ അത്താഴ വിരുന്നിലും ചാൾസ് രാജാവ് പങ്കെടുത്തു. 2ാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് നേവി ഉപയോഗിച്ചിരുന്ന HMS ട്രംപ് എന്ന മുങ്ങിക്കപ്പലിലെ മണി ചാൾസ് ഡൊണാൾഡ് ട്രംപിന് സമ്മാനിച്ചു. ട്രാൻസ്ഫോമർ അഴിമതി കേസിൽ സെന്തിൽ ബാലാജിക്ക് തിരിച്ചടി. കേസ് CBI അന്വേഷിക്കും. മദ്രാസ് ഹൈക്കോടതിയിലാണ് ഉത്തരവ്. ടെൻഡർ ക്രമക്കേടിൽ 397 കോടി രൂപയുടെ നഷ്ടം ഖജനാവിനുണ്ടായെന്നാണ് പരാതി. അഴിമതി വിരുദ്ധ സംഘടന അറപ്പോർ ഇയക്കം നൽകിയ ഹർജിയിലാണ് മുന്നറിയിപ്പ്. 2021-നും 2023-നും ഇടയിൽ ബാലാജി വൈദ്യുതി മന്ത്രിയായിരിക്കെ നടന്ന ഇടപാടിലാണ് അന്വേഷണം. രേഖകൾ 2 ആഴ്ചയ്ക്കുള്ളിൽ വിജിലൻസ് CBI കൈമാറണമെന്നും കോടതി നിർദ്ദേശിച്ചു. എറണാകുളം മൂവാറ്റുപുഴയിൽ VD സതീശനെ അനുകൂലിച്ച് ഫ്ലക്സ്. VD സതീശൻ നിയുക്ത മുഖ്യമന്ത്രി എന്നാണ് ഫ്ലക്സിൽ. കിഴക്കേക്കര മണിയംകുളം കവലയിലാണ് ഫ്ലക്സ് സ്ഥാപിച്ചത്. പിന്നീട് ഇത് നീക്കം ചെയ്തു. അടൂരിൽ ഹർത്താലിനിടെ കുഞ്ഞുങ്ങളുമായി എത്തിയ യുവതികളെ തടഞ്ഞതിൽ കേസ്. കണ്ടാലറിയാവുന്ന 50 പേർക്കെതിരെയാണ് കേസ്. ബംഗളൂരുവിൽ നിന്നെത്തിയ റിൻസിയെയും സോണിയെയുമാണ് തടഞ്ഞത്. വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് ഇവർ കയറിയ ബസ് തടഞ്ഞത്. ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ തെളിവുകളുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘം. കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. അതിജീവിതയെ രഞ്ജിത്ത് ഭീഷണിപ്പെടുത്തിയായി വിവരമില്ല. ഒളിവിൽ പോകാൻ നടൻ ബോബി കുര്യൻ സഹായിച്ചതിനും തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നും അന്വേഷണ സംഘം അറിയിച്ചു. ലൈംഗികാതിക്രമ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരായ കേസിന്റെ തുടർ നടപടികളുടെ ഭാഗമായി കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പ്രത്യേക അന്വേഷണ സംഘം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിൽ രഞ്ജിത്തിനെതിരായ വ്യക്തമായ രീതിയിലുള്ള തെളിവുകൾ ഉണ്ടായെന്ന തുടക്കത്തിൽ തന്നെ കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം ബോധിപ്പിച്ചിരുന്നു. അതേ നിലപാടിൽ തന്നെയാണ് അന്വേഷണ സംഘം പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ മൊഴിയെടുപ്പും അതോടൊപ്പം തന്നെ വിശദമായ അന്വേഷണത്തിലും എല്ലാം തന്നെ ബോധ്യപ്പെടുന്നതും അത് തന്നെയാണ്. ഇതിൽ കൃത്യമായ രീതിയിലുള്ള തെളിവുകൾ ഉണ്ട് എന്ന രീതിയിലേക്ക് അന്വേഷണ സംഘം മുന്നോട്ട് പോകുമ്പോൾ, എന്നാൽ രഞ്ജിത്തിന് ഈ കേസിൽ ഒളിവിൽ കഴിയാൻ സഹായം ചെയ്തു എന്നതിനോ
അതോടൊപ്പം തന്നെ രഞ്ജിത്ത് ഇരയെ ഭീഷണിപ്പെടുത്തി എന്ന ആരോപണങ്ങൾക്കോ വ്യക്തമായ തെളിവില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത്. രഞ്ജിത്തിനെ ഈ സമയത്ത് പരാതി ഉയർന്ന സമയത്ത് പോലീസ് അന്വേഷിക്കുന്ന സമയത്ത് ഒളിവിൽ കഴിയാനായിട്ട് ചില സഹായങ്ങൾ ചെയ്തു കൊടുത്തു എന്ന രീതിയിലൊരു ആരോപണം ഉയർന്നിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് നടൻ ബോബി കുര്യൻ അതോടൊപ്പം തന്നെ സംവിധായക ശാലിനി എന്നിവരെ ചോദ്യം ചെയ്തിരുന്നു. അന്ന് രഞ്ജിത്ത് പിടിയിലാകുമ്പോഴും ഇരുവരും ഒപ്പമുണ്ടായിരുന്നതാണ്. ഇരുവരെയും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ മറ്റ് ഒളിയിടങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിലോ മറ്റു കാര്യങ്ങൾ അത്തരം നടപടികളിൽ ഇവർക്കോ മറ്റാർക്കെങ്കിലോ പങ്കുള്ളതായിട്ട് കണ്ടെത്താനായിട്ട് സാധിച്ചിരുന്നില്ല. അതുമാത്രവുമല്ല, ഈ പരാതിക്കാരിയെ ഏതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരെ സമ്മർദ്ദം ചെലുത്തുകയോ ചെയ്യുന്നതായ ഒരു കാര്യവും ഇവരുടെ ഭാഗത്തു നിന്ന് മറ്റുള്ള ഈ രഞ്ജിത്തുമായി ബന്ധപ്പെട്ടുള്ളവരുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്ന രീതിയിൽ തന്നെയാണ് അന്വേഷണ സംഘം അവരുടെ ഒരു വിലയിരുത്തലായിട്ട് വരുന്നത്. എന്നാൽ ഇത് ഒത്തുതീർപ്പാക്കാൻ ഏതെങ്കിലും രീതിയിൽ ഇത് കേസ് നടപടികൾ അവസാനിപ്പിക്കാനായിട്ട് ചില സംഭാഷണങ്ങൾ രഞ്ജിത്തുമായി ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് പരാതിക്കാരിയുമായി ഉണ്ടായിരുന്നു എന്ന വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് പൂർണ്ണ ഫലവത്താകാൻ സാധിച്ചിരുന്നില്ല. പിന്നെയാണ് പരാതി മുന്നോട്ട് പോവുകയും എല്ലാം തന്നെ ചെയ്തത്. എന്തായാലും ഈ കേസിലെ നടപടികളുടെ ഒരു അവസാന വട്ടം എന്ന രീതിയിലേക്കാണ് കുറ്റപത്രം വൈകാതെ സമർപ്പിക്കും എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഈ കേസിൽ നടി കാരവനിൽ വെച്ച ഈ രഞ്ജിത്ത് തന്നെ കടന്നുപിടിക്കാൻ ശ്രമിച്ചു ലൈംഗിക അതിക്രമം നടത്തിയെന്നതടക്കമുള്ള പരാതികളാണ് നടി ഉന്നയിച്ചിരുന്നത്. ഇതിലാണ് പിന്നീട് പോലീസ് വളരെ പെട്ടെന്ന് നടപടികളിലേക്ക് കടക്കുകയും രഞ്ജിത്തിനെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നത്. പിന്നീട് രഞ്ജിത്തിന് തുടക്കത്തിൽ ജാമ്യം ലഭിച്ചിരുന്നില്ല. പിന്നീടാണ് കർശന ഉപാധികളോടെ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തത്. കൊച്ചി നഗരത്തിലെ DJ പാർട്ടികൾക്ക് കർശന നിയന്ത്രണം. പാർട്ടികൾ രാത്രി 11 മണിക്ക് അവസാനിപ്പിക്കാനാണ് പോലീസിന്റെ നിർദ്ദേശം. ബാറുകൾ 12 മണിക്ക് തന്നെ അടയ്ക്കണമെന്നാണ് ഉത്തരവ്. DJ പാർട്ടികളിൽ ലഹരി വസ്തുക്കളുടെ കൈമാറ്റം നടക്കുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ DJ പാർട്ടികൾക്ക് കർശന നിയന്ത്രണം. എറണാകുളം സെൻട്രൽ ACP ആണ് കർശനമായി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും എറണാകുളം പോലീസ് സ്റ്റേഷൻ്റെ സബ് ഡിവിഷൻ പരിധിയിൽ മാത്രമാണ് ഈ നിയന്ത്രണം ഉള്ളത്. രാത്രി 11 മണിയോടുകൂടി DJ പാർട്ടികൾ അവസാനിപ്പിക്കണമെന്നാണ് പോലീസ് നിർദ്ദേശിച്ചിരിക്കുന്നത്. 12 മണിക്ക് ബാറുകൾ അടയ്ക്കുകയും ചെയ്യണം. 12 മണിക്ക് സംസ്ഥാന സർക്കാർ നിയന്ത്രിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിയന്ത്രണത്തിൽ തന്നെ ബാറുകൾ പോകും. അതേസമയം DJ പാർട്ടികൾ 11 മണി വരെ പാടുള്ളൂ എന്നുള്ളതാണ്. പല DJ പാർട്ടികളും 3 മണിവരെയും 4 മണിവരെയും പുലർച്ചെ നീളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം. അത് മാത്രമല്ല DJ പാർട്ടികൾ ലഹരി കൈമാറ്റ കേന്ദ്രങ്ങളാണെന്നാണ് പോലീസിന് ലഭിക്കുന്ന റിപ്പോർട്ട്. പല DJ പാർട്ടികളിലും ഇത്തരം ലഹരി കൈമാറ്റങ്ങളോ വിൽപ്പനയോ ഒക്കെ നടക്കുന്നുണ്ട് എന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു കർശന നിയന്ത്രണത്തിലേക്ക് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ പോകുന്നത്. പ്രത്യേകിച്ചും എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരവധി DJ പാർട്ടികളാണ് നടക്കുന്നതും. മാത്രമല്ല ചില DJ പാർട്ടികൾ പുലർച്ചെ നീളുന്ന ഒരു സാഹചര്യത്തിൽ അതായത് നിയന്ത്രണമില്ലാതെ സമയക്രമമില്ലാതെ DJ പാർട്ടികൾ നീളുന്ന സാഹചര്യത്തിൽ പല അക്രമ സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ലഹരിക്ക് അടിമപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ മദ്യാസക്തിയിലുള്ള ആളുകൾ മറ്റുള്ളവരുടെ കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ DJ പാർട്ടിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് സെൻട്രൽ പോലീസ് സ്റ്റേഷൻ ACP നിർദ്ദേശം ഇറക്കിയിരിക്കുന്നത്. അത് 11 മണിക്ക് തന്നെ DJ പാർട്ടികൾ അവസാനിപ്പിക്കണം. 12 മണി വരെ ബാറുകൾ പ്രവർത്തിക്കാൻ അനുമതിയുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ അതേ നിയന്ത്രണം തുടരുകയും ചെയ്യും ബാറുകൾക്ക്. പ്രണയം നടിച്ച് സ്ത്രീയിൽ നിന്നും 49 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്ന പരാതിയിൽ ബിഗ് ബോസ് താരവും നടനുമായ ഷിയാസ് കരീമിനെതിരായ കേസ് കോഴിക്കോട് ചേവായൂർ പോലീസിന് കൈമാറി. ഇരുവരും തമ്മിലുള്ള ഇടപാടുകൾ നടന്നത് കോഴിക്കോടായതിനാലാണ് നടപടി. ഷിയാസിനെതിരായ തെളിവുകൾ പരാതിക്കാരി പോലീസിന് മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട്. പാലാരിവട്ടം പോലീസിനാണ് സ്ത്രീ പരാതി നൽകിയതെങ്കിലും പോലീസിന്റെ പരിശോധനയിൽ ഈ സംഭവം നടന്ന സ്ഥലങ്ങളെല്ലാം കോഴിക്കോടാണ്, ചേവായൂർ പരിധിയിലാണ്. അതുകൊണ്ടാണ് പോലീസ് കേസ് കോഴിക്കോട് ചേവായൂർ പോലീസിന് കൈമാറിയിരിക്കുന്നത്. ഇതിൽ ഈ സ്ത്രീ പ്രധാനമായും ഉന്നയിക്കുന്നത് തനിക്ക് നേരിടേണ്ടി വന്ന വഞ്ചനയാണ്, സാമ്പത്തികമായും വലിയ ചൂഷണം ഷിയാസിൽ നിന്നും നേരിട്ടു എന്നാണ്. ഇതിന്റെ തെളിവുകളടക്കമാണ് പോലീസിന് കൈമാറിയിരിക്കുന്നത്. ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ, രണ്ടുപേരുടെയും അക്കൗണ്ടിന്റെയും വിവരങ്ങൾ, എത്ര ലക്ഷം രൂപയാണ് ഇവർ പരസ്പരം കൈമാറിയത് എന്നീ വിവരങ്ങളും അതോടൊപ്പം തന്നെ ഷിയാസും ഈ സ്ത്രീയും തമ്മിലുള്ള
ഓഡിയോ ചാറ്റുകളുമാണ്, ഓഡിയോ സന്ദേശങ്ങളുമാണ് പോലീസിന് കൈമാറിയിരിക്കുന്നത്. കൂടുതൽ ചിത്രങ്ങളും പോലീസിന് കൈമാറി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനിടയിൽ ഇന്നലെ ഷിയാസ് കരീമും ഈ യുവതിയും തമ്മിലുള്ള ഓഡിയോ സന്ദേശം എന്ന രീതിയിൽ കുറച്ച് ഓഡിയോകൾ ഈ സ്ത്രീ പുറത്തുവിട്ടിരുന്നു. അതിൽ കൃത്യമായി തന്നെ ഷിയാസ് സ്ത്രീയോട് പണം ആവശ്യപ്പെടുന്നതും അത് അക്കൗണ്ടിലേക്ക് തരണ്ട, കയ്യിൽ നേരിട്ട് തന്നാൽ മതി എന്ന് പറയുന്നതുമൊക്കെ വ്യക്തമായി കേൾക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഷിയാസ് കരീമിന്റെ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളുന്നതാണ് ഇന്നലെ പുറത്തു വന്ന ഓഡിയോയിലുള്ളത്. ഷിയാസ് ഇന്നലെ ആവർത്തിച്ചത് ഇത് 60 വയസ്സുള്ള സ്ത്രീയാണ്, തൻ്റെ അമ്മയുടെ പ്രായമുണ്ട്, അങ്ങനെയുള്ള ഒരാളോട് എങ്ങനെയാണ് താൻ വിവാഹ വാഗ്ദാനം നൽകുകയും ലൈംഗികമായി ഉപദ്രവിക്കുകയും ചെയ്യുക എന്നതാണ്, തനിക്കെതിരെ വന്നിരിക്കുന്നത് വ്യാജ പരാതിയാണ്, സത്യം പുറത്തു വരട്ടെ എന്നീ കാര്യങ്ങളായിരുന്നു ഇന്നലെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ച വീഡിയോയിൽ പ്രധാനമായും ഷിയാസ് കരീം വ്യക്തമാക്കുന്നത്. പക്ഷേ സ്ത്രീ പരാതിയിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. 49 ലക്ഷം രൂപ ഷിയാസ് കരീം തന്നിൽ നിന്നും തട്ടിയെടുത്തു എന്നാണ് പറഞ്ഞത്. ജീവിത അവസാനം വരെ തന്നെ നോക്കാമെന്ന് വാഗ്ദാനം നൽകിയെങ്കിൽ പോലും ഷിയാസ് മറ്റൊരു വിവാഹം കഴിക്കുകയും പിന്നെ തന്നോട് ഒഴിവാക്കുകയും ചെയ്തു. പണം തിരികെ ചോദിച്ചപ്പോഴാണ് ഒപ്പമുള്ള ചില ദൃശ്യങ്ങൾ അത് പോൺ സൈറ്റുകളിലും മറ്റ് തൻ്റെ സുഹൃത്തുക്കൾക്കുമൊക്കെ അയച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് സ്ത്രീ പ്രധാനമായും ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ബിഗ് ബോസ് താരം ഷിയാസ് കരീമിനെതിരായ ആരോപണത്തിൽ ഷിയാസ് കരീമിനെ പിന്തുണച്ച് ഭാര്യ ദർഭ രംഗത്ത്. തങ്ങളുടെ കൈവശം എല്ലാ തെളിവുകളും ഉണ്ടെന്നും പരാതിക്ക് പിന്നാലെ ഷിയാസിന്റെ പേരിൽ പ്രചരിച്ച ശബ്ദ സന്ദേശങ്ങൾ എഡിറ്റ് ചെയ്തതാണെന്നും ദർഭ ആരോപിക്കുന്നു. ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയും കമന്റുകളിലൂടെയുമാണ് ദർഭയുടെ പ്രതികരണം. ഇടുക്കി നെടുങ്കണ്ടം ഇരട്ടക്കൊലക്കേസിൽ പ്രതി സജി റിമാൻഡിൽ. ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. വിശദമായി പോലീസ് ചോദ്യം ചെയ്യും. അതേസമയം അതിക്രൂരമായാണ് ഓരോ കൊലപാതകങ്ങളും നടത്തിയെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു. നെടുങ്കണ്ടം ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി സജിയെ നെടുങ്കണ്ടം കോടതി റിമാൻഡ് ചെയ്തു. പ്രതിയെ പീരുമേട് സബ് ജയിലിലേക്ക് മാറ്റി. കഴിഞ്ഞ 4-നാണ് പ്രതി സജി മാതാവ് മേരിക്കുട്ടിയെയും സഹോദരൻ റെജിയെയും കൊലപ്പെടുത്തിയത്. വസ്തുതർക്കവും തൻ്റെ വിവാഹത്തിന് സഹോദരൻ സമ്മതിക്കാത്തതും സംബന്ധിച്ചുള്ള പക ഇയാൾക്കുണ്ടായിരുന്നു. സംഭവ ദിവസം മദ്യപിച്ച് വീട്ടിലെത്തിയ റെജി ഭക്ഷണം കഴിക്കുന്നതിനിടെ ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുകയും സജി സഹോദരനെ മർദ്ദിച്ച് താഴേക്കിടുകയുമായിരുന്നു. ഇതിനിടെ താഴേക്ക് വീണ് കിടന്ന റെജിയെ കഴുത്തിൽ തോർത്തു കുരുക്കിയാണ് ഇയാൾ കൊലപ്പെടുത്തിയത്. ഇതിനിടെ തടസ്സം സൃഷ്ടിക്കാനെത്തിയ മാതാവിനെയും ഇയാൾ മർദ്ദിച്ചു. ഒപ്പം ഭിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞു. അങ്ങനെയാണ് ഇരു കൊലപാതകങ്ങളും നടത്തിയത്. കൃത്യം നിർവഹിച്ച ശേഷം ഗ്രീൻ നെറ്റിൽ പൊതിഞ്ഞ് ഇരുവരുടെയും മൃതദേഹം വീണ്ടും സമീപത്ത് ഉപേക്ഷിക്കുകയും ചെയ്തു. തുടർന്ന് 2 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇവിടെ കുഴിയെടുത്ത് ഇയാൾ മൃതദേഹങ്ങൾ മറവ് ചെയ്തത്. ഇതിനിടെ നാട്ടുകാർ റെജിയെ കാണാത്തതിനെ തുടർന്നുള്ള സംശയങ്ങൾ ഉണ്ടാവുകയും സഹോദരിയുടെ സഹായത്തോടെ പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. പോലീസ് അന്വേഷണം ആരംഭിക്കുകയും വീട്ടിലേക്ക് അന്വേഷണ സംഘം പോലീസ് ഉദ്യോഗസ്ഥർ എത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് സജി ഇവിടെ നിന്നും ഒളിവിൽ പോയത്. ഇതിനെ തുടർന്ന് പോലീസ് ഈ മേഖലയിൽ പരിശോധന നടത്തുകയും വീടിന് സമീപത്തെ കുഴിയിൽ മറവ് ചെയ്തിരുന്ന മൃതദേഹങ്ങൾ വീണ്ടെടുക്കുകയും ചെയ്തിരുന്നു. ഇതോടൊപ്പം തന്നെ നാട്ടുകാരുടെ സഹായത്തോടെ ഇവിടെ പരിശോധന നടത്തുകയും പ്രതിയെ കഴിഞ്ഞ ദിവസം പിടികൂടുകയുമായിരുന്നു. പ്രതിയെ സംഭവ സ്ഥലത്ത് എത്തിച്ച് കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തിയിരുന്നു. പ്രതി കൊലപാതകത്തിന് ഉപയോഗിച്ച തോർത്തും ഒപ്പം കുഴി എടുക്കുന്നതിന് ഉപയോഗിച്ച തൂമ്പയും ഒക്കെ കണ്ടെത്തിയിരുന്നു. എന്തായാലും അടുത്ത ദിവസം വീണ്ടും കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിന് പ്രതിയെ കസ്റ്റഡിയിലേക്ക് വാങ്ങുമെന്നാണ് കരുതുന്നത്. ഇരു കൊലപാതകങ്ങൾക്കുമൊപ്പം പ്രതിയുടെ പിതാവിൻ്റെ തിരോധനം സംബന്ധിച്ച് വലിയ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. 2018-ലാണ് പ്രതിയുടെ പിതാവ് മാത്യു ഈ മേഖലയിൽ നിന്ന് കാണാതായത്. ഇയാളുടെ തിരോധനവുമായി ബന്ധപ്പെട്ടും പ്രതി സജിക്ക് പങ്കുണ്ടോ എന്നത് സംബന്ധിച്ചും പോലീസ് അന്വേഷണം നടത്തും. ഇടുക്കിയിൽ നിന്നും പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18. മലപ്പുറം പൊന്നാനി കടപ്പുറത്ത് സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. പൊന്നാനി ഹാർബർ പരിസരത്താണ് സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയത്. പോലീസ് അന്വേഷണം തുടങ്ങി. കൊച്ചിയിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്നും പ്രതികൾ ചാടിപ്പോയ സംഭവത്തിൽ പോലീസുകാർക്കെതിരെ നടപടി. കടവന്ത്ര പോലീസ് സ്റ്റേഷനിലെ 3 പോലീസുകാരെ AR ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റി. പോലീസുകാരുടെ ഭാഗത്ത് സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന പ്രാഥമിക വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ചാടിപ്പോയ പ്രതി പത്തനംതിട്ട സ്വദേശി റസലിനായി തെരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. മറ്റൊരു പ്രതിയായ ആലപ്പുഴ സ്വദേശി സൂരജിനെ സംഭവ ദിവസം തന്നെ പിടികൂടിയിരുന്നു. കവർച്ചാ കേസ് പ്രതികളായ ഇരുവരെയും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനായി പോലീസ് പറവൂരിൽ എത്തിച്ചപ്പോഴാണ് കസ്റ്റഡിയിൽ നിന്നും ഇവർ രക്ഷപ്പെട്ടത്. സമൂഹമാധ്യമങ്ങളിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ പരസ്യമായി അപമാനിക്കാൻ ആഹ്വാനം ചെയ്ത KPCC ഡിജിറ്റൽ മീഡിയ കോർഡിനേറ്ററെ പുറത്താക്കണമെന്ന ആവശ്യം
ഡിജിറ്റൽ മീഡിയ സെൽ സംസ്ഥാന കോർഡിനേറ്റർ അഡ്വക്കേറ്റ് വിമല ബിനുവിനെതിരെയാണ് പരാതി. യൂത്ത് കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ സംസ്ഥാന അധ്യക്ഷൻ റജിത് രവീന്ദ്രൻ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് പരാതി നൽകി. ഇലക്ഷൻ 2026 BDS എന്ന പേരിൽ രൂപീകരിച്ച കോൺഗ്രസ് സൈബർ പോരാളികളുടെ വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മയിലൂടെയാണ് മുതിർന്ന നേതാക്കളെ അവഹേളിക്കാൻ അഡ്വക്കേറ്റ് വിമല ബിനു നിർദ്ദേശം നൽകിയത്. ഇതിന്റെ സ്ക്രീൻഷോട്ടുകൾ പുറത്തുവന്നത് വിവാദമായിരുന്നു. ജനനായകൻ റിലീസ് മെയ് 14 സൂര്യനായകനാകുന്ന കറുപ്പ് എന്ന ചിത്രത്തിനൊപ്പം ക്ലാഷ് റിലീസായാണ് ചിത്രം തിയേറ്ററിലെത്തുക. ജനനായകൻ ടീം ഒഫീഷ്യൽ പോസ്റ്റർ പുറത്തിറക്കി. ജനനായകനിൽ ആന്റി ക്ലൈമാക്സും ട്വിസ്റ്റും സസ്പെൻസും നിറഞ്ഞതാകുന്നു. ചിത്രം മെയ് 14 തിയേറ്ററുകളിൽ എത്തുന്നതായി ഒഫീഷ്യലി അനൗൺസ്മെന്റ് പുറത്തു വന്നിരിക്കുകയാണ്. ഓർക്കുക, ജനനായകൻ എന്ന സിനിമ ഓൺലൈനിൽ റിലീസ് ചെയ്യേണ്ട സാഹചര്യമുണ്ടായി. ടെലഗ്രാം ഗ്രൂപ്പുകൾ വഴി അതിൻ്റെ പ്രിന്റ് ലീക്കാവുന്ന ഘട്ടത്തിലേക്ക് വരെ എത്തി നിൽക്കുന്നു. ഇപ്പോഴും അതിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ ജനനായകൻ്റെ ഒഫീഷ്യൽ റിലീസ് മെയ് 14 ഈ ചിത്രത്തിൻ്റെ ശ്രീലങ്കയുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സായ BNM എന്റർപ്രൈസസ് ഒഫീഷ്യലി പോസ്റ്റേഴ്സിൽ പുറത്തുവിട്ടിരിക്കുന്നു. ഓർക്കുക, മെയ് 14 വേറൊരു സംഭവം കൂടിയുണ്ട്. സൂര്യ ചിത്രമായ കറുപ്പ് മെയ് 14 റിലീസ് എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ഒരു സൂര്യ ചിത്രവും ഒരു വിജയ് ചിത്രവും ഒരു ദിവസം തിയേറ്ററുകളിലേക്ക് എത്തുന്ന സാഹചര്യത്തിലേക്ക് വരും. അത് തമിഴ് സിനിമ ഇൻഡസ്ട്രി എങ്ങനെയായിരിക്കും ബാധിക്കുക എന്ന് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. പ്രധാനപ്പെട്ട 2 താരങ്ങളുടെ ആരാധകർ തമ്മിൽ വീണ്ടും വാക്ക് തർക്കങ്ങൾ, ബഹളങ്ങൾ ഉണ്ടാകുമോ, തിയേറ്ററുകളിൽ വീണ്ടും അടി ഉണ്ടാകുമോ എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ട അവസ്ഥകളിലേക്കാണ് കാര്യങ്ങൾ നീളുന്നത്. മറ്റൊരു കാര്യം, ഇതേ KVN പ്രൊഡക്ഷൻസ്, അതായത് ജനനായകന്റെ നിർമ്മാണ കമ്പനിയായ KVN പ്രൊഡക്ഷൻസിന്റെ മറ്റൊരു ചിത്രമായ ടോക്സിക് ജൂൺ 4 റിലീസ് ചെയ്യും എന്ന് ഔദ്യോഗികമായി അവർ അറിയിച്ചിരുന്നു. യുദ്ധ പശ്ചാത്തലത്തിൽ മാർച്ച് 19 റിലീസ് ചെയ്യേണ്ടിയിരുന്ന ചിത്രമാണ് ജൂൺ 4 അവർ മാറ്റിയത്. ഇപ്പോഴിതാ യാഷ് ചിത്രത്തിലെ നായകൻ ഒഫീഷ്യലി പോസ്റ്റ് ഇട്ടിരിക്കുന്നു, ചിത്രം ജൂൺ 4 തിയേറ്ററുകളിൽ എത്തില്ല എന്നുള്ളത്. അപ്പോൾ KVN പ്രൊഡക്ഷൻസ് ജനനായകൻ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിയതാണോ ടോക്സിക് എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. വേറൊരു കാര്യം, രാഷ്ട്രീയപരമായി എടുത്തു നോക്കുകയാണെങ്കിൽ മെയ് 4 വോട്ടെണ്ണൽ നടക്കാൻ പോവുകയാണ്. തമിഴക വെട്ടിക്കഴകം എന്ന പാർട്ടി വിജയ് MLA ആകുമോ CM ആകുമോ എന്നുൾപ്പെടെയുള്ള ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിൽ മെയ് 4 വോട്ടെണ്ണൽ കഴിഞ്ഞ് കൃത്യം 10 ദിവസം കഴിയുമ്പോഴാണ് ജനനായകൻ തിയേറ്ററുകളിലേക്ക് പിച്ച് ചെയ്യുന്നത്. പലരും കണ്ട ചിത്രം ജനനായകൻ പലരുടെയും മൊബൈലിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളൊക്കെ നടക്കുമെന്നാണ് വിശദീകരണങ്ങൾ വരുന്നതെങ്കിൽ പോലും ഈ ജനനായകൻ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ആദ്യം ഉണ്ടാകുമെന്ന് കരുതിയിരുന്ന ആരാധകർ തിയേറ്ററുകളിലേക്ക് എത്തുമോ? അതോടൊപ്പം ഒരു സൂര്യ ചിത്രത്തിനൊപ്പം വിജയ് ചിത്രം ക്ലാഷ് വെക്കുന്നത് തമിഴ് സിനിമ ഇൻഡസ്ട്രിയെ എത്രമാത്രം ബാധിക്കും, അത് ദോഷമായാലും ഗുണമായാലും എങ്ങനെയായിരിക്കും തുടങ്ങിയ ചോദ്യങ്ങൾ, ചർച്ചകളൊക്കെ നിർത്തുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു സംഭവം കൂടി വരുന്നത്. അങ്ങനെയാണെങ്കിൽ 2 ഘട്ടത്തിൽ ചോദ്യം നിൽക്കുകയാണ്. രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് പ്രവേശിച്ചതിന് ശേഷം വിജയിയുടെ ചിത്രം ജനനായകൻ റിലീസിലെത്തുമോ, അതോ വിജയ് പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു അനുകൂലമായ തരംഗം രാഷ്ട്രീയത്തിൽ ഉണ്ടാവാതെ ജനനായകൻ തിയേറ്ററുകളിലേക്ക് എത്തുമോ? കാത്തിരുന്ന് കാണാം. എറണാകുളത്ത് കനാലിൽ ഒഴുക്കിൽപ്പെട്ട 3ാമത്തെ വിദ്യാർത്ഥിയും മരിച്ചു. ചികിത്സയിലായിരുന്ന എമിൽ സുനിലാണ് മരിച്ചത്. പെരുമ്പാവൂർ കനാലിൽ കഴിഞ്ഞ ദിവസമാണ് അപകടമുണ്ടായത്. നേരത്തെ അശമന്നൂരിൽ നഴ്സിംഗ് വിദ്യാർത്ഥികളായ 2 പേർ മുങ്ങി മരിച്ചിരുന്നു. മലപ്പുറം സ്വദേശി അജ്മൽ, കൊല്ലം സ്വദേശി അജ്സൽ എന്നിവരാണ് നേരത്തെ മരിച്ചത്. കണ്ണൂർ തലശ്ശേരിയിൽ KSEB കരാർ ജീവനക്കാരൻ ഷോക്കേറ്റ് മരിച്ചു. പുന്യം കുണ്ടും ചിറയിലെ രാജനാണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. അറ്റകുറ്റപ്പണിക്കിടെ ഇന്നലെ രാത്രിയിലാണ് അപകടം. ദേശീയപാത 66 വളാഞ്ചേരി ഓണിയിൽ പാലത്തിന് സമീപം കാറുകൾ കൂട്ടിയിടിച്ച അപകടം. 5 പേർക്ക് പരിക്കുപറ്റി. രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. ഫാസ്ടാഗ് എടുക്കുന്നതിനിടെ പാതയോരത്ത് നിർത്തിയ കാറിന് പിന്നിൽ മറ്റൊരു കാർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഫാസ്ടാഗ് ജീവനക്കാരനും 2 കാറുകളുണ്ടായിരുന്ന യാത്രക്കാർക്കും പരിക്കേറ്റു. ഫാസ്ടാഗ് ജീവനക്കാരന്റെ പരിക്ക് ഗുരുതരമാണ്. അങ്കമാലി അയ്യമ്പുഴ ചുള്ളിയിൽ മലമ്പാമ്പിനെ പിടിച്ചു. കണ്ണമ്പുഴ ഫ്രാൻസിസിന്റെ വീട്ടിൽ നിന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പാമ്പിനെ പിടിച്ചത്. രാത്രിയിലാണ് വീടിന് സമീപത്ത് പാമ്പിനെ കണ്ടത്. ആൾപെരുമാറ്റം കേട്ടപ്പോൾ സമീപത്തെ കൽക്കെട്ടിനുള്ളിലെ പൊത്തിലേക്ക് പാമ്പ് കയറുകയായിരുന്നു. വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്നെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കല്ലുകൾ നീക്കിയാണ് പാമ്പിനെ പിടിച്ചത്. അങ്കമാലിയിലെ ഒരു മലയോര ഗ്രാമമാണ് ചുള്ളി. വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം കൂടിയാണ്.
കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യ മേഖലയിൽ ഡോക്ടർമാരില്ലാത്തത് കടുത്ത പ്രതിസന്ധിയാകുന്നു. സർക്കാർ ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരടക്കം 126 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എൻഡോസൾഫാൻ ദുരിതബാധിതരടക്കം ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാരുടെ കുറവ് വലിയ ആരോഗ്യ പ്രതിസന്ധിക്കാണ് ഇടയാക്കിയിരിക്കുന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതരടക്കം സാധാരണപ്പെട്ട രോഗികൾ ആശ്രയിക്കുന്ന ജില്ലാ ആശുപത്രി, അതുപോലെ തന്നെ ജനറൽ ആശുപത്രി തുടങ്ങിയിടങ്ങളിലാണ് വലിയ തോതിൽ ഡോക്ടർമാരുടെ ഒഴിവുള്ളത്. ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് ജനറൽ ആശുപത്രിയിലാണ്. കാസർഗോഡ് ജില്ലയിലേക്ക് വന്നാൽ 126 ഡോക്ടർമാരുടെ ഒഴിവുകളാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ പ്രസവ രോഗം, അതുപോലെ തന്നെ ശിശുരോഗം, എല്ലുരോഗം തുടങ്ങി വിദഗ്ധന്മാർ ഇല്ലാത്തതും വലിയ ആശങ്ക ഉണ്ടാക്കുന്നു. അതോടൊപ്പം കിടത്തി ചികിത്സ സൗകര്യമുള്ള 10ലധികം ആശുപത്രികളിലായി 7 സ്ത്രീരോഗ വിദഗ്ധർ മാത്രമാണ് ജില്ലയിലുള്ളത്. ഇതിൽ ഒരാളുടെ മാത്രമാണ് താൽക്കാലിക ചുമതല എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിലവിലുള്ള 3 ഗൈനക്കോളജിസ്റ്റുകൾ ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏറ്റവും കൂടുതൽ ഗർഭിണികൾ ചികിത്സ തേടിയെത്തുന്നത് കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ജനറൽ ആശുപത്രിയിലും അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയാണ്. ഈ സ്വകാര്യ ആശുപത്രികളിൽ 1 ലക്ഷത്തിന് മുകളിലാണ് പ്രസവ ചികിത്സക്കായി ചെലവാക്കുന്നത്. എന്തായാലും ഗൈനക്കോളജിസ്റ്റിനെ നിയമിച്ചില്ലെങ്കിൽ വലിയ ചികിത്സാ പ്രതിസന്ധി കാസർഗോഡ് ജില്ലയിൽ ഉണ്ടാകും. ഒരു മാസം മുൻപ് 4 ഓർത്തോ ഡോക്ടർമാരുടെ സേവനം കിട്ടിയിരുന്ന കാസർഗോഡ് ജില്ലയിൽ നിലവിൽ ഒരാൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അതോടൊപ്പം ഈ ഡോക്ടർ തന്നെ വലിയ കടുത്ത സമ്മർദ്ദത്തിലാണ് ഈ ജോലി ചെയ്യുന്നത്. സംസ്ഥാന തലത്തിൽ നടക്കുന്ന പൊതു സ്ഥലം മാറ്റത്തിൽ ജില്ലയിലെ ഡോക്ടർമാരുടെ എണ്ണം വീണ്ടും കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. ഏതായാലും ജില്ലയിൽ 3 വർഷം പൂർത്തിയാക്കിയ ഡോക്ടർമാർക്ക് ഈ സ്ഥലം മാറ്റത്തിന് അർഹതയുണ്ട് എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം DMO ആണ്. DMOക്ക് 7 ചുമതലകളാണ്. കാസർഗോഡ് ജില്ലയിലെ DMO ആയിട്ടുള്ള അദ്ദേഹത്തിന് 7 ചുമതലകളാണ് ഉള്ളത്. എന്തായാലും വലിയ പ്രതിസന്ധിയിൽ കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യ മേഖല നീങ്ങുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിന് അടിയന്തരമായ പരിഹാരം കണ്ടെത്തേണ്ടി വരും. നമുക്ക് ആളുടെ പ്രതികരണം എന്തായാലും ഇതിൽ തേടാം. എന്താണ് നിലവിലെ കാസർഗോഡ് ജില്ലയുടെ സാഹചര്യം? ജില്ലയിലെ ആരോഗ്യ മേഖലയിൽ വലിയ പ്രയാസമാണുള്ളത്. പ്രത്യേകിച്ചിട്ട് ജീവനക്കാരും ഡോക്ടർമാരുടെയും കുറവ് ജില്ലയിലെ രോഗികൾക്ക് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. കാസർഗോഡ് ജില്ലയെ പൊതുവെ എല്ലാവരും പിന്നെ സർക്കാർ സംവിധാനങ്ങളും ഭരണ അധികാരികളും ഒക്കെ കാസർഗോഡ് ജില്ലയ്ക്ക് ഇത്ര മതി എന്നുള്ള രീതിയിലാണ് പലപ്പോഴും പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർമാരുടെ ഒഴിവുകൾ സംബന്ധിച്ച് വലിയ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ജനറൽ ട്രാൻസ്ഫർ നടക്കുന്ന ഈ സമയത്ത് ഇവിടെ നിന്ന് ആളുകളെ അങ്ങോട്ടേക്ക് അയക്കുന്നു എന്നുള്ളതല്ലാതെ പകരം ആളുകളെ ഒരു തരത്തിലും വരുന്നില്ല. DMOൻ്റെ ഒഴിവ് എന്ന് പറയുന്നത് ഇപ്പോഴുണ്ടായതല്ല. കോവിഡ് കാലം മുതൽ കാസർഗോഡ് ജില്ലയിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ സ്ഥിരമില്ല. പലപ്പോഴും ചുമതലയായിരുന്നു. ചുമതലയുള്ള ആളുകൾ റിട്ടയർ ചെയ്തപ്പോൾ ഇപ്പോൾ ഉള്ള DMOക്ക് പല ചുമതലകളുണ്ട്. ആശുപത്രി സൂപ്രണ്ടിൻ്റെ ചുമതലകളുണ്ട്. അത് വലിയ രീതിയിലുള്ള ഒരു അവഗണനയാണ് ജില്ലയോട് കാണിക്കുന്നത്. ഇപ്പോൾ ഒരു മെഡിക്കൽ കോളേജ് കാസർഗോഡ് ജില്ലയ്ക്കുണ്ട്. എന്താണ് മെഡിക്കൽ കോളേജിൻ്റെ ഒരു സാഹചര്യം? മെഡിക്കൽ കോളേജ് ഇപ്പോൾ എൻഡോസൾഫാൻ രോഗികൾ ഉള്ള ഒരു മേഖല എന്നുള്ള രീതിയിലാണ് കാസർഗോഡ് ജില്ലയ്ക്ക് മെഡിക്കൽ കോളേജ് അനുവദിച്ചത്. എല്ലാവർക്കും അറിയുന്നത് പോലെ ഇതുവരെ മെഡിക്കൽ കോളേജിൽ കിടത്തി ചികിത്സ ആരംഭിച്ചിട്ടില്ല. ഒരു OP പ്രവർത്തിക്കുന്നു എന്നതിലപ്പുറം പേരിനൊരു മെഡിക്കൽ കോളേജും ഒരു ക്യാമ്പസും എന്നതിനപ്പുറം ജനങ്ങൾക്ക്, രോഗികൾക്ക് അതിൻ്റെ ഉപകാരം ഇതുവരെ കിട്ടാൻ തുടങ്ങിയിട്ടില്ല. എന്തായാലും മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി വളരെ ദയനീയമാണ്. അതായത് കേരളത്തിൽ തന്നെ കിടത്തി ചികിത്സയില്ലാത്ത ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയേണ്ടി വരും. എന്തായാലും നിലവിലെ പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്കായിരിക്കും കാസർഗോഡ് ജില്ല കടക്കുക. നമ്മൾ കണ്ടതാണ് കോവിഡ് കാലത്ത് അതിർത്തി അടച്ചപ്പോൾ 17 പേരുടെ ജീവനാണ് പോകുന്ന സാഹചര്യം ഉണ്ടായത്. നിലവിൽ വിദഗ്ധ ചികിത്സയ്ക്കുൾപ്പെടെ കർണാടകയെ ആശ്രയിക്കണം, അതല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കേണ്ട സാഹചര്യമാണ്. സ്വകാര്യ ആശുപത്രികളാകട്ടെ വലിയ ബില്ല് സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഇതോടൊപ്പമാണ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സൗജന്യ ചികിത്സ എന്ന് പറയുമ്പോഴും വിദഗ്ധ ഡോക്ടർമാരില്ലാത്തത് വലിയ പ്രതിസന്ധി അവർ ഉണ്ടാക്കുന്നുണ്ട്. ഏതായാലും പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഒരുപക്ഷെ ഇതിലെല്ലാം പരിഹാരം ഉണ്ടായേക്കാം. നിലവിലെ അവസ്ഥ വലിയ പ്രതിസന്ധിയിലേക്കാണ് കാസർഗോഡ് ജില്ല ഈ ആരോഗ്യ മേഖലയിൽ കടക്കുന്നതെന്ന് പറയേണ്ടി വരും. KB ബൈജു, News 18 കാസർഗോഡ്. കൊച്ചി മരടിൽ കേബിൾ കടന്നു പോകുന്ന ഇരുമ്പ് പൈപ്പ് പൊട്ടി പുഴയിൽ വീണത് ആശങ്ക പരത്തി. പാലത്തിലുണ്ടായ വാഹനാപകടത്തെ തുടർന്നാണ് ഇരുമ്പ് പൈപ്പ് പൊട്ടി താഴേക്ക് വീണത്. ദേശീയ ജലപാതയ്ക്ക് മുന്നിലാണ് അപകടം. ഫയർഫോഴ്സ് എത്തി തൽക്കാലത്തേക്ക് ഗതാഗതം സുഗമമാക്കിയെങ്കിലും ആശങ്ക അകന്നിട്ടില്ല. കൊച്ചി തൈക്കൂടത്തിനടുത്ത് വെച്ചാണ് മിനി കണ്ടെയ്നർ നിയന്ത്രണം വിട്ട് പാലത്തിലിടിച്ച് പുഴയിലേക്ക് മറിഞ്ഞത്. അപകടത്തെ തുടർന്ന് പാലത്തിലൂടെ ഒപ്റ്റിക് ഫൈബർ കേബിൾ കടന്നുപോകുന്ന വലിയ ഇരുമ്പ് പൈപ്പ് പൊട്ടി പുഴയിലേക്ക് വീഴുകയായിരുന്നു. അപകടകരമായ നിലയിൽ പൈപ്പ് പുഴയ്ക്ക് കുറുകെയാണ് വീണത്. ഇതുവഴി കടന്നുപോയ ഒരു ബോട്ട് പൈപ്പിൽ കുരുങ്ങിയെങ്കിലും വലിയ അപകടം ഒഴിവായി. ഫയർഫോഴ്സ് സംഘം എത്തി ഏറെ നേരം പണിപ്പെട്ടായിരുന്നു മിനി കണ്ടെയ്നർ പുറത്തെടുത്തത്. കേബിൾ അടങ്ങുന്ന പൈപ്പ് മുകളിലേക്ക് പിടിച്ച് കയറുകൊണ്ട് ബന്ധിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ബോട്ടുകൾക്ക് കടന്നുപോകാം. എന്നാൽ ബാർജുകളടക്കം ഉള്ള വാഹനങ്ങൾക്ക് സുഗമമായ യാത്ര ബുദ്ധിമുട്ടാകും.
ഇരുമ്പ് പൈപ്പിന്റെ ഭാരം മൂലം കയർ പൊട്ടി വീഴാനുള്ള സാധ്യതയും ഏറെയാണ്. താൽക്കാലികമായിട്ട് സംവിധാനം കൊടുത്തിട്ടുണ്ട്. പിന്നെ പില്ലറൊക്കെ 2-3 പില്ലർ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി ഹൈറ്റിലേക്ക് വലിച്ചു കെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും ഡാമേജ് ആയി കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയ അപകടമാകും. അപ്പം തൽക്കാലത്തേക്കൊരു യാത്രാ സൗകര്യം ഒരുക്കി കൊടുക്കുന്നുള്ളൂ. ഇന്റർനെറ്റ് കണക്ഷനുമായി ബന്ധപ്പെട്ട ഓപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ കടന്നുപോകുന്ന ഇരുമ്പ് പൈപ്പാണ് പൊട്ടി വീണത്. ഇത് ആരുടേതാണെന്ന് പോലും തിരിച്ചറിഞ്ഞിട്ടില്ല. 2 സൈഡിലും അപ്രോച്ച് റോഡ്, സർവീസ് റോഡ് ഉള്ളതാണ്. ആ സർവീസ് റോഡിലൂടെ ഒരുപാട് വാഹനങ്ങൾ പോകുന്നതാണ്. പക്ഷേ ഈ പൈപ്പ് കോർത്തിട്ടേക്കുന്നത് വലിയ കനമുള്ള ഇരുമ്പ് പൈപ്പിൻ്റെ ഉള്ളിലാണ്. പക്ഷേ ഈ നിലവിലുള്ള കേബിളിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പൈപ്പ് താഴെ വീഴും. ഇപ്പം നമ്മൾ നിൽക്കുന്നതിൻ്റെ മുകളിൽ കൂടി പോകുന്ന പൈപ്പ് ആ കേബിളിൽ എന്തെങ്കിലും സംഭവിച്ചാൽ താഴെ വീഴും. അങ്ങനെ പോകുമ്പോൾ ഇതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്കും ഇത് അപകടമാണ്. ട്രക്ക് മറിഞ്ഞ അപകടമുണ്ടായതിനെ തുടർന്നാണ് ഈ കേബിൾ പൊട്ടി താഴേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് ചമ്പക്കര കനാൽ ദേശീയ ജലപാത 3 വലിയ ബാർജുകളടക്കം നിരവധി ജലവാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നതും. ഇതിൽ ബോട്ടിൽ കുരുങ്ങി അപകടം ഉണ്ടായതിനെ തുടർന്നാണ് വലിയ അപകടമാണ് ഒഴിവായതെങ്കിലും അത്തരം ഒരു വലിയ അപകടത്തിലേക്ക് നയിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴും ഇവിടെയുള്ളത്. ഫയർഫോഴ്സ് ഇത് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഇതുവരെയും ആരും രംഗത്തെത്തിയിട്ടില്ല എന്നുള്ളതും അതിശയപ്പെടുത്തുകയാണ്. ക്യാമറാമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. തിരുവമ്പാടിയിലെ മലയോര മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷം. മലയോര മേഖലയായ ആനക്കാമ്പൊയിലിലെ ചെറുശ്ശേരി, ഓടപ്പൊയിൽ പ്രദേശങ്ങളിലെ കൃഷി കാട്ടാനകൾ നശിപ്പിച്ചു. കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന ഹോസുകൾ നശിപ്പിച്ചു. താമരശ്ശേരി ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള നായർകൊല്ലി സെക്ഷന്റെ പരിധിയിലുള്ള പ്രദേശമാണിത്. തെങ്ങ്, കവുങ്ങ്, വാഴ, ജാതി, കൊക്കോ വിളകളാണ് കാട്ടാനകൾ വ്യാപകമായി നശിപ്പിച്ചത്. കർഷകരായ തോമസ് വയലാമണ്ണിൽ, കുര്യൻ അമ്പലത്തുങ്കൽ, തോമസ് മാവേലിൽ, വർഗീസ് പുറ്റുമണ്ണിൽ, അമ്പലത്തുങ്കൽ കുര്യൻ, ഇടമനപ്പറമ്പിൽ സെബാസ്റ്റ്യൻ, ടോമി ആഗേൽ, ചക്കിട്ടമുറി മോളി, കമ്മാടത്ത് ചന്ദ്രൻ, കല്ലടിയിൽ ഹരിദാസൻ തുടങ്ങിയവരുടെ കൃഷിയിടത്തിലേക്കാണ് 6 കാട്ടാനകൾ എത്തിയത്. ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്നാമതെ ഞങ്ങൾക്ക് ജീവന് ഭീഷണിയാണ്. രാത്രിയിൽ സന്ധ്യയായി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ തന്നെ വളരെ പേടിയാണ്. കാരണം തൊട്ട് താഴെയാ വീട്. ഈ കുഞ്ഞുമക്കളെ കൊണ്ടൊക്കെ താമസിക്കുന്നല്ലേ. അതിപ്പോൾ അടുപ്പിച്ചടുപ്പിച്ചാ വരുന്നത്. 3ാമത്തെ പ്രാവശ്യം മറ്റേ ഇവിടെ വരുന്നത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് രാത്രിയായി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പേടിയാ. ഏറ്റവും വലിയ വിഷയം ഞാൻ കുടിവെള്ളമില്ല. മുകളിൽ നിന്നാണ് ഓസിട്ടിരിക്കുന്നത്. എന്നെ കാണുന്നൊക്കെ ചവിട്ടി നശിപ്പിച്ച് അവർ പോരുന്നിട്ടെല്ലാം നിരപ്പാക്കി പോരുവല്ലേ. കാട്ടാനക്കൂട്ടത്തെ വനപാലകർ എത്തി പടക്കം പൊട്ടിച്ച് തുരത്താറുണ്ടെങ്കിലും ആനകൾ വീണ്ടും എത്തും. ആനക്കാമ്പൊയിലിൽ പുതിയതായി അനുവദിച്ച ഫോറസ്റ്റ് സ്റ്റേഷനും സർവ്വസന്നാഹങ്ങളും ഉണ്ടായിട്ടും വന്യമൃഗശല്യത്തിന് യാതൊരു കുറവും ഇല്ലെന്ന് നാട്ടുകാർ. കൃഷിയൊക്കെ നശിപ്പിച്ചതുപോലെ തന്നെ ജാതിയെല്ലാം കണ്ടില്ലേ. ഇത്രയും അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? എന്താ പറയാനുള്ളത്, ഇതിനൊരു പരിഹാരം കാണണം. പരിഹാരം വേണം ഞങ്ങൾക്ക്. വരൾച്ച കാരണം ഭക്ഷണവും വെള്ളവും തേടിയാണ് കാട്ടാനകൾ ഒറ്റയ്ക്കും കൂട്ടമായും കാടിറങ്ങുന്നത്. നമ്മൾ നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്നതാണ് സർക്കാരിനോട്, ഇവിടുത്തെ MLA-യോടൊക്കെ അടിയന്തരമായ ഒരു ശാശ്വത പരിഹാരം നമ്മൾ ഈ മലയോര മേഖലയിൽ കാണണം. ഒരു ഭാഗത്ത് പന്നിയാണെങ്കിൽ ഒരു ഭാഗത്ത് ആന. ഇപ്പം ഇവിടെ കണ്ടില്ലേ, 3-4 ദിവസമായിട്ട് ആന തമ്പടിക്കുകയാണ്. അവരൊന്ന് പടക്കം പൊട്ടിച്ച് പോയിട്ട് പിന്നെ അവരുടെ ജോലി കഴിഞ്ഞ് അവർ പോകും. തുടർന്ന് രാത്രി ആകുമ്പോഴത്തേക്ക് വീണ്ടും ആനകൾ വരികയാണ്, കൂട്ടത്തോടെയാണ് വരുന്നത്. ഈ മേഖലയിലൊന്നും എവിടെയും ഫെൻസിങ് ഇല്ല. അപ്പോൾ അടിയന്തരമായിട്ട് അതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് ആവശ്യപ്പെടുന്നത്. പ്രദേശത്ത് RRT നിരീക്ഷണം ഊർജിതപ്പെടുത്തണമെന്നും സൗരോർജ്ജ വേലികൾ സ്ഥാപിക്കാൻ അടിയന്തര നടപടി വേണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് 18 മുക്കം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,875, പവന് 1,11,100. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,460, പവന് 91,680. വെള്ളി ഗ്രാമിന് 255, കിലോയ്ക്ക് 2,55,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.